السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ഹജ്ജിൻ്റെ മനാസിക്കുകൾ അല്ലേ തുടങ്ങി. ഏകദേശം കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഇഹ്റാം കണ്ടു. യൗമു തർവിയ, അതായത് മിനായിൽ ഉള്ള ഫസ്റ്റ് ഡേ അല്ലേ, അത് കണ്ടു. പിന്നെ മിനായുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ നമ്മൾ മാപ്പിൽ കാണുണ്ടായി. ജംറ, മസ്ജിദ്, ബൈഅത്തുൽ അഖബ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈത്തുൽ അഖബ എന്ന് പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ടായിരുന്നു. ബൈഅത്തുൽ അഖബ, ഓക്കെ. അഖബ ബൈഅ നടന്ന സ്ഥലം, അഖബ ഉടമ്പടി നടന്ന സ്ഥലം. മസ്ജിദ് ബൈത്തുൽ അഖബ, മസ്ജിദ് ഖൈഫ്, അതിൻ്റെയൊക്കെ സ്ഥലങ്ങൾ കണ്ടു. മിനായിൽ നിന്ന് അറഫയിലേക്ക് ദുൽഹജ്ജ് 9 പോകുന്ന കാര്യം കണ്ടു. അറഫയുടെ ശ്രേഷ്ഠത കണ്ടു. മസ്ജിദുൻ നമിറയുടെ കാര്യം കണ്ടു. ഇവിടെ മസ്ജിദുൻ നമിറയുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ ഒരു സംശയം ക്ലാസ്സിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം മസ്ജിദ് നമറയിൽ വെച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജബലുർ റഹ്മയിൽ അല്ലേ എന്നുള്ളത്, ജബലുർ റഹ്മ അല്ലെങ്കിൽ അറഫ മല, ഓക്കെ. ആക്ച്വലി അത് ജബലുർ റഹ്മയുടെ താഴ്വരയിൽ വെച്ചിട്ടാണ്. കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ജബലുർ റഹ്മയുടെ താഴ്വരയിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രസംഗം, വിടവാങ്ങൽ പ്രസംഗം നടന്നിട്ടുള്ളത്. ഈ ജബലുർ റഹ്മയുടെ താഴ്വരയിലാണ് മസ്ജിദുൻ നമിറ ഉള്ളത്, ഓക്കെ. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് പല റെഫറൻസിലും ഇത് രണ്ടിലൊന്ന് ആയിട്ട് കോട്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പം നമ്മൾ മസ്ജിദുൻ നമിറ കണ്ടു. അറഫ ദിവസത്തിലെ ദുആയുടെ ശ്രേഷ്ഠത കണ്ടു അല്ലെ. പിന്നെ സൂര്യാസ്തമയത്തിന് ശേഷം അറഫ വിട്ട് മുസ്ദലിഫയിലേക്ക് പോണ കാര്യം കണ്ടു. പിന്നെ അറഫയെ സംബന്ധിച്ച് നമുക്ക് പറ്റാവുന്ന തെറ്റുകൾ, മുസ്ദലിഫയിൽ എന്താ ചെയ്യേണ്ടത്, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് പോകല്, അതിനിടയ്ക്ക് മസ്ജിദുൽ മഷ്അറുൽ ഹറാം കണ്ടു. പിന്നെ മുസ്ദലിഫയിൽ സംഭവിക്കാവുന്ന തെറ്റുകളും കണ്ടു. അങ്ങനെ ജസ്റ്റ് മിന, ദുൽഹജ്ജ് 10 മിനായിലേക്ക് തിരിച്ചു വരുന്ന അല്ലെ, യൗമുൽ ഹജ്ജുൽ അക്ബർ, ഏറ്റവും ബിസി ആയിട്ടുള്ള ദിവസം എന്ന് നമ്മൾ പറഞ്ഞ അവിടെ ജസ്റ്റ് നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. നെഹ്റ് അല്ലെ, അതായത് ഹദിയ കൊടുക്കൽ, ബലികർമ്മം, ഹൽക്ക്, മുടി കളയല്, മക്കയിലുള്ള തവാഫും സഅയും, പിന്നെ മിനായിൽ തിരിച്ചു വന്നിട്ടുള്ള ജംറാത്തുകളിലുള്ള കല്ലെറിയല്, തവാഫുൽ വദ, ഈ കാര്യങ്ങളും പിന്നെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ ക്ലാസ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് ഇൻഷാ അല്ലാഹ്, മദീന വിസിറ്റ്. അത് നമുക്ക് ഇതിന് ശേഷം എപ്പോഴാന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം മിനായിലേക്ക് നമ്മൾ പോയി. യൗമുൽ ഹജ്ജുൽ അക്ബർ, മിനായില് കാര്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ജംറത്തുൽ അഖബയിലെ കല്ലേറ്, അത് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജംറത്തുൽ അഖബയിലുള്ള കല്ലേറിനെ കുറിച്ച്. അപ്പം നമ്മളിപ്പം ദുൽഹജ്ജ് 10 ദുൽഹജ്ജ് 10 മിനായിലുണ്ട് അല്ലെ. സൂര്യോദയം കഴിയുന്നത് വരെ ജംറത്തുൽ അഖബയിൽ ഈ കല്ലേറ് നടത്താൻ പറ്റില്ല. അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷമേ ജംറത്തുൽ അഖബയിലെ കല്ലേറിന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി ഒരു എക്സെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടുന്ന കാര്യം, അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടാൻ അനുവാദമുള്ള ഒരു കൂട്ടരുണ്ടെന്നല്ലേ. ആരോഗ്യപരമായിട്ട് ദുർബലമായിട്ടുള്ളവര്, രോഗികള്, സ്ത്രീകള്, കുട്ടികള്, അവരെ കൂടെ വരുന്നവര്, ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെ വരുന്നവര്, അവർക്ക് നേരത്തെ മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആൾക്കാർക്ക് ഫജറിന് മുമ്പേ തന്നെ മിനായിൽ എത്തുമ്പോൾ തിരക്ക് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജംറത്തുൽ അഖബയിൽ കല്ലെറിയാം. അല്ലാതെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന സമയം എന്ന് പറയുന്നത് സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി ചിലരൊക്കെ മുസ്ദലിഫയിൽ അർദ്ധരാത്രിയുടെ മുന്നേ ഒക്കെ ഈ കല്ലേറ് നടത്തുന്നത് കാണാറുണ്ട്. അത് സ്വീകാര്യമല്ല. മുസ്ദലിഫയിലെ അർദ്ധരാത്രിയുടെ മുന്നേ. നിങ്ങൾക്ക് മനസ്സിൽ പിക്ചർ ഉണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ ഒരു ഫ്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇന്ന് പറഞ്ഞു പോയത് എല്ലാ കാര്യങ്ങളും. അപ്പൊ മുസ്ദലിഫയിൽ അർദ്ധരാത്രിക്ക് മുമ്പ് ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ പാടില്ല. പിന്നെ ഉച്ചയ്ക്ക് മുമ്പ്, അതായത് സൂര്യോദയം മുതൽ ഉച്ച വരെയാണ് അതിന്റെ ബെസ്റ്റ് ടൈം. ആ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി നമുക്ക് ചെയ്യാം. നമുക്കൊരു ടൈം ലൈൻ കാണാം ഇത് കഴിയുമ്പോൾ, അപ്പൊ അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ സമയം എന്ന് പറയുന്നത്, ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് അടുത്ത ദിവസം, അതായത് ഇപ്പൊ നമ്മൾ ദുൽഹജ്ജ് 10 നിൽക്കുന്നത് അല്ലെ. ദുൽഹജ്ജ് 11 ഫജർ ടൈം വരെ, സുബഹി ടൈം വരെയാണ് ജംറത്തുൽ അഖബയില് കല്ലെറിയുന്നതിന്റെ സമയം.
അതിനുശേഷം അത് ഖദാ ആവും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു ടൈം ലൈൻ കാണാം, ഒന്നും കൂടെ ശരിക്കും മനസ്സിലാവും. ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് മിഡിൽ ഓഫ് 9th നൈറ്റ്, അതായത് മുസ്ദലിഫയിലുള്ള അർദ്ധരാത്രി. ഓക്കെ, അതിന്റെ മുമ്പേ ചെയ്യുന്നത്, അർദ്ധരാത്രിക്ക് മുമ്പേ ചെയ്യുന്നത്, അതായത് ജംറത്തുൽ അഖബയിലെ കല്ലേറ് അസാധുവാണ്. അടുത്തത് അതിനുശേഷം സൂര്യോദയം വരെ, അർദ്ധരാത്രിക്ക് ശേഷം ഫജർ, സൂര്യോദയം, അതായത് ദുൽഹജ്ജ് 10-ന് ഫജറും സൂര്യോദയം, അത്രയും സമയം ആക്ച്വലി ജംറത്തുൽ അഖബയിലെ കല്ലെറിയുന്നതിന്റെ നല്ല സമയമല്ല. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആർക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ മുസ്ദലിഫയിൽ നിന്ന് നേരത്തെ പുറപ്പെടാൻ അനുവാദമുള്ള ആളുകൾ, ദുർബലർ, രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ, ഈ ദുർബലരിൽ നിന്ന് പ്രായമേറിയവരും പെടും കേട്ടോ, അവരെ അനുഗമിക്കുന്നവർ, അവരുടെ കൂടെയുള്ള ആളുകൾ, ഇത്രയും ആൾക്കാർക്ക് കല്ലേറ് അനുവദനീയമാണ്. ഇനി ആക്ച്വൽ കല്ലേറിന്റെ സമയം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ശേഷം ദുഹർ വരെ. ദുൽഹജ്ജ് 10-ന് ജംറത്തുൽ അഖബയിലെ കല്ലേറ്, കാരണം കല്ലേറ് വേറെയും വരുന്നുണ്ട്, അതിന് ടൈമിങ് വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ജംറത്തുൽ അഖബയിലെ കല്ലെറിയുന്നതിന്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10 സൂര്യോദയത്തിന് ശേഷം ദുഹർ വരെ. ഇനി അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞിട്ടില്ല, ദുഹറിന് മുമ്പ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മഗ്രിബ് വരെ ഉള്ള സമയം എന്താണ്? കുറച്ചും കൂടെ, അതായത് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിലും രണ്ടാമത്തെ ഉചിതമായ സമയമാണ് ദുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. ഇനി അതും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മഗ്രിബ് മുതൽ അടുത്ത ദിവസം, അതായത് ദുൽഹജ്ജ് 11 വരെ, 11ന്റെ ഫജ്ർ വരെ അനുവദനീയമാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് മുസ്ദലിഫയിലുള്ള രാത്രി, അതായത് ദുൽഹജ്ജ് 9ന്റെ അർദ്ധരാത്രിക്ക് മുമ്പ് അനുവദനീയമല്ല, വാലിഡേ അല്ല. അർദ്ധരാത്രി മുതൽ പിറ്റേ ദിവസം ദുൽഹജ്ജ് 10 സൂര്യോദയം വരെ സ്പെഷ്യൽ കാറ്റഗറി ആളുകൾക്ക് അനുവദനീയമാണ്. സൂര്യോദയത്തിന് ശേഷം മുതൽ ദുഹറിന്റെ ടൈം വരെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ദുഹറിന്റെ ടൈം മുതൽ മഗ്രിബിന്റെ ടൈം വരെ രണ്ടാമത്തെ ബെസ്റ്റ് ടൈമാണ്. ഇനി മഗ്രിബ് മുതൽ പിറ്റേ ദിവസം, അതായത് ദുൽഹജ്ജ് 11 ഫജർ വരെ അനുവദനീയമാണ്, എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള സമയമാണ്. ബെസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞു, പക്ഷെ നമുക്ക് ഈ സമയത്തൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോഴും ചെയ്യാം. അതായത് ളുഹർ വരെയോ മഗ്രിബ് വരെയോ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഫജറിന്റെ ഉള്ളിൽ ചെയ്താൽ മതി. അതിനുശേഷം പിറ്റേ ദിവസത്തെ ളുഹർ വരെ കല്ലെറിയാൻ പാടില്ല. ഓക്കെ, അതായത് ഫജർ കഴിഞ്ഞ് ളുഹർ വരെയുള്ള ടൈമിൽ കല്ലെറിയാൻ പാടില്ല. അതിനുശേഷമുള്ള ടൈം ഖളായി. ഓക്കെ, ഇത്രയും ഈ സമയത്ത്, അതായത് ഫജർ ദുൽഹജ്ജ് 11 ഫജർ വരെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം ചെയ്യുന്നത് ഖളാ ആണ്. പക്ഷെ അപ്പൊ പോലും ആ ദുൽഹജ്ജ് 11ന്റെ ഫജർ മുതൽ ളുഹർ വരെയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മറ്റ് കല്ലെറുകൾ ഉണ്ടല്ലോ, അവിടെ നമുക്ക് കാണാം ഈ ഒരു സമയം ദുൽഹജ്ജ് 11, 12, 13 ഫജർ മുതൽ സവാൽ വരെ അല്ലെങ്കിൽ സുഹർ വരെയുള്ള ടൈം പ്രൊഹിബിറ്റഡ് ആണ്. ആ സമയത്ത് കല്ലെറിയാൻ പാടില്ലാത്ത സമയമാണ്. അതുകൊണ്ട് ഇൻ കേസ് നമുക്ക് ഫജർ ദുൽഹജ്ജ് 11 ഫജറിന്റെ ഉള്ളിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ള സമയം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 11 ളുഹറിന് ശേഷമാണ്. പക്ഷെ അത് ഖളാ ആയ സമയമാണ്. അതായത് ഈ ഖളാ ആയ സമയം എന്ന് പറയുന്നത് എവിടെ വരെയാന്ന് വെച്ചാൽ അയ്യാമു തശ്രീഖിലെ ദുൽഹജ്ജ് 11, 12, 13 ഈ 3 ദിവസങ്ങളിൽ സൂര്യാസ്തമയം, മൂന്നാമത്തെ ദിവസം അതായത് ദുൽഹജ്ജ് 13 സൂര്യാസ്തമയം വരെ ഖളാ ടൈം ഉണ്ട്, ഖളാ ആക്കി ചെയ്യുന്ന ടൈം. ഓക്കെ, അതായത് ദുൽഹജ്ജ് 11 ളുഹർ മുതൽ ദുൽഹജ്ജ് 13 സൂര്യാസ്തമയം വരെ ഖളാ ടൈമാണ്. ഈ 3 ദിവസങ്ങളിൽ ഞാൻ ഇപ്പൊ പറഞ്ഞു തശ്രീഖിന്റെ 3 ദിവസങ്ങളിൽ ഈ 3 ദിവസവും സൂര്യാസ്തമയം വരെ ഖളാ ടൈം ഉണ്ടെങ്കിൽ പോലും ഈ 3 ദിവസങ്ങളിലും, അതായത് തശ്രീഖിന്റെ 11, 12, 13 ദിവസങ്ങളിലും സവാലിന് മുമ്പ്, അതായത് ളുഹറിന് മുമ്പ് കല്ലെറിയാൻ പാടില്ല. ഇനി ദുൽഹജ്ജ് 13 സൂര്യാസ്തമയത്തിന് ശേഷം കല്ലെറിയാണെങ്കിൽ കല്ലെറിയ ആ വാജിബ് സമയം നഷ്ടപ്പെടുകയും ചെയ്യും, ഒരു ഫിദിയ ബാധ്യതയാവുകയും ചെയ്യും. ഓക്കെ, അപ്പം ദുൽഹജ്ജ് 13 സൂര്യാസ്തമയത്തിന് ശേഷമാണ് നമുക്ക് അതിന്റെ വാജിബ് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ മേലെ ഫിദിയ ബാധ്യതയാവുന്നത്. അതുവരെയുള്ള ടൈം, അതായത് ദുൽഹജ്ജ് 11, 12, 13 സവാലിന് മുമ്പുള്ള ടൈം ഒഴികെ ദുൽഹജ്ജ് 13 സൂര്യാസ്തമയം വരെ നമ്മൾ കല്ലെറിയാണെങ്കിൽ ഖളാ ആക്കി കൺസിഡർ ചെയ്യപ്പെടും, നമുക്ക് ഫിദിയയില്ല. മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യം ക്ലാസ് ഒന്നും കൂടെ കേൾക്കുമ്പോൾ സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഒന്നും കൂടെ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്.
അപ്പം അത്രയാണ് നമ്മളുടെ എന്താണ് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്തത് നമ്മളുടെ മൃഗബലി നെഹ്ർ ദുൽഹജ്ജ് 10 തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമാണ്. നമ്മൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ കേരളത്തിൽ പോകുന്നവർക്ക് നമുക്കൊരു തൗക്കീൽ, അതായത് നമ്മളൊരു കൂപ്പൺ വാങ്ങിയിട്ട് വെക്കും. അപ്പോൾ നമ്മളെ പേരില് അവര് ഈ ഒരു നെഹ്ർ എന്താണ് ഹദി അവിടെ ചെയ്യും. കാരണം നമ്മൾ ഇവിടുത്തെ ഹദി എന്തിനാ ഹജ്ജ് തമത്തോ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഹദിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഓൾറെഡി കൂപ്പൺ വാങ്ങാന്ന ഒരു പതിവുണ്ട്. അപ്പം കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പേരിൽ അവിടെ ബലികർമ്മം നടക്കും. ഈ ഹദി എന്ന് പറയുന്നത് മക്കയിലെ ഹറമിൽ തന്നെ, അതായത് ഹറം പ്രദേശത്ത് നമുക്കറിയാം അല്ലെ, ഹറമ മക്ക എന്ന് പറഞ്ഞാൽ ആ ഒരു ബോർഡർ ഉണ്ട്. അപ്പം യൂഷ്വലി അത് മിനയിലൊക്കെയാണ്. ആ സ്ഥലത്ത് തന്നെ വെച്ച് ഹദി നടത്തണം. ഇതിനുള്ള സമയം എന്ന് പറയുന്നത് ഈദിന്റെ 4 ദിവസം, അതായത് ഈദും അയ്യാമു തശ്രീഖും ഉള്ള ദിവസങ്ങളിൽ. ഇതിൽ ഒട്ടകമോ പശുവോ ആണെങ്കിൽ ഒരു പശുവിന് അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിന് 7 പേർക്ക് ഷെയർ എടുക്കാം. ഇനി ഇതുപോലും ഈ ഷെയർ പോലും എടുക്കാൻ കഴിയാത്തവർക്ക് ഹജ്ജിന്റെ ദിവസങ്ങളിൽ 3 തിരിച്ച് നാട്ടിലേക്ക് ചെന്നതിന് ശേഷം 7 ദിവസം നോമ്പെടുക്കണം. നമ്മൾ സൂറത്ത് ബഖറയിൽ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഈ ഹജ്ജിന്റെ ദിവസങ്ങളിലെ 3 എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ പോലും എടുക്കാൻ പറ്റും ഈ നോമ്പ്. ഓക്കെ, അത് ആർക്കാണ് ഇങ്ങനെ ഒരു ബലിമൃഗത്തെ ഹദിയായിട്ട് ഒരു ബലിമൃഗത്തെ വാങ്ങാനോ ഈവൻ ഒരു ഒട്ടകത്തിലോ പശുവിലോ 7 ഒരു ഷെയർ പോലും എടുക്കാൻ കഴിയാത്തവർക്കാണ് ഈ 10 നോമ്പ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 നോമ്പ് ഹജ്ജിന്റെ ദിവസങ്ങളിലും ബാക്കി 7 നോമ്പ് നാട്ടിലേക്ക് ചെന്നതിന് ശേഷം, അങ്ങനെ 10 നോമ്പ്. പിന്നെ അടുത്തത് ഹൽക്ക് അല്ലെങ്കിൽ തഖസീർ അല്ലെ, മുടി കളയൽ. അപ്പം ഈ ഒരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ മുടി ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ചെറുതാക്കുക, രണ്ടും അനുവദനീയമാണ്. പക്ഷെ ഷേവ് ചെയ്യുന്നതാണ് ഉത്തമം. അത് അഥവാ ചെറുതാക്കുകയാണെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തലയുടെ എല്ലാ ഭാഗത്തു നിന്നും കട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഇത്തിരി കട്ട് ചെയ്യാൻ പറ്റില്ല. ചെറുതാക്കുമ്പോൾ എല്ലാ സൈഡും കട്ട് ചെയ്യണം. പിന്നെ ചെറുതാക്കുകയാണെങ്കിലും ഷേവ് ചെയ്യുകയാണെങ്കിലും വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിംഗർ ടിപ്പിന്റെ അത്രയും തുമ്പിന്റെ നീളത്തിൽ കുറയ്ക്കുക. സ്വയം കട്ട് ചെയ്യുക, അതായത് പുരുഷന്മാർക്ക് സ്വയം ഷേവ് ചെയ്യുകയും സ്വയം കട്ട് ചെയ്യുകയും ചെയ്യുക. അതേപോലെ സ്ത്രീകൾക്കും സ്വന്തം ചെയ്യുക, വേറൊരാൾ ചെയ്തു തരണം എന്നില്ല. പിന്നെ ഈ ഹൽക്കും തക്സീറും നമ്മുടെ മനാസിക്കിന്റെ ഭാഗമാണ്. കാരണം നമുക്കറിയാം അല്ലെ, ഇഹ്റാമിന്റെ നിരോധനം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മുടി കളയാൻ പാടില്ല എന്നുണ്ട് അല്ലെ. അപ്പം അതും ഇതും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഹൽക്കും തക്സീറും നമുക്ക് എന്താണ് നമ്മുടെ മനാസിക്കിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. പിന്നെ സ്ത്രീകളുടെ മുടി കളയുന്നത് കട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഏകദേശം നമ്മളൊരു തുമ്പിന്റെ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ നീളത്തിൽ ഒരേപോലെ എല്ലാ സൈഡിൽ നിന്നും വേണം കട്ട് ചെയ്യാൻ. എവിടുന്നെങ്കിലും കട്ട് ചെയ്താൽ പോരാ, എല്ലാ സൈഡും ടച്ച് ചെയ്യുന്ന പോലെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതിന് ഫസ്റ്റ് തഹല്ലുൽ അല്ലെങ്കിൽ തഹല്ലുൽ അസ്ഗർ എന്ന് പറയും, ചെറിയ തഹല്ലുൽ. ഓക്കെ, അതായത് ഷേവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കാം, നമ്മുടെ ക്യാമ്പിലേക്ക് പോയി കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശാം. ആണുങ്ങൾക്ക് സുഗന്ധം പൂശാം. ശരിക്കും നമ്മൾ ജംറയിൽ അതായത് ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി ഇഹ്റാമിന്റെ എല്ലാ നിഷേധങ്ങളും നമുക്ക് നിയമപരമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴികെ അതിന് നമ്മൾ അടുത്ത തഹല്ലുൽ അക്ബറും കൂടെ കഴിയണം. അപ്പം സാധാരണ രീതിയിൽ വസ്ത്രം ധരിക്കാനും, പുരുഷന്മാർക്ക് സാധാരണ രീതിയിൽ വസ്ത്രം ധരിക്കാനും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാനും പറ്റും. സ്ത്രീകൾക്ക് മറ്റ് കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാം, അതായത് നമുക്ക് മുടി കളയാൻ പാടില്ല, അങ്ങനെയുള്ള നിയമങ്ങളിൽ നിന്ന് പുറത്തു വരാം. ഈ ഒരു ഭാഗികമായിട്ടുള്ള തഹല്ലുലിനെ തഹല്ലുൽ അസ്ഗർ എന്ന് പറയുന്നു. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സമയത്ത് അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസ്, സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ അബ്ദുറഹ്മാൻ ഇബ്ൻ അൽ ഖാസിം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുഗന്ധം പൂശി കൊടുത്തിട്ടുണ്ട്. തവാഫൽ ഇഫാദ ചെയ്യുന്നതിന് മുമ്പേ, അതായത് ഈ പറഞ്ഞ തഹല്ലുൽ അൽ അസ്ഗറിൽ ചെറിയ തഹല്ലുലിന്റെ സമയത്ത്. ഓക്കെ, അപ്പം അത്രയാണ് തഹല്ലുൽ അൽ അസ്ഗർ. ഇനി നമ്മൾ ഈ ദിവസം തന്നെ, അതായത് ദുൽഹജ്ജ് 10 തന്നെ മക്കയിൽ ചടങ്ങുകളുണ്ട് അല്ലെ, തവാഫൽ ഇഫാദയും സഅയും ചെയ്യാനുണ്ട്. അപ്പൊ മക്കയിലേക്ക് പോകുന്നതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. അപ്പം തവാഫൽ ഇഫാദ നമ്മൾ ഹൽക്കും തക്സീറും ഒക്കെ കഴിഞ്ഞു റൂമിൽ ചെന്ന് ഫ്രഷായി
ഫസ്റ്റ് തെഹല്ലുലിൽ നിന്ന് പുറത്തു വന്നു. ലൈംഗികമായും ബന്ധപ്പെടൽ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾ തെഹ്രീം, അതായത് ഒരു മുഹരിമിനുള്ള ഇഹ്റാമിലുള്ള എല്ലാ നിയമങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വന്നു. ഈ ഫസ്റ്റ് തെഹല്ലുലിന് പുറത്തു വന്നതിന് ശേഷം നമുക്ക് മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ, നമ്മൾ മിനയിലായിരുന്നു അല്ലെ, മസ്ജിദുൽ ഹറാമിൽ ചെന്ന് ത്വാഫും സഅയും നിർവഹിക്കും. ഈ സമയത്ത് പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചെരുപ്പുകൾ നമ്മളെപ്പോഴും കംഫർട്ടബിൾ ചെരുപ്പ് തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കും, ത്വാഫും സഅയും. അതിനുശേഷം ചിലപ്പോൾ മിനായിലേക്ക് നമ്മൾ നടന്നു പോകേണ്ടി വരും. അപ്പം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്കാൻ ശ്രദ്ധിക്കുക. ഈ ത്വാഫിന് ഉംറയുടെ ത്വാഫ് പോലെ തന്നെയാണ്, പക്ഷെ പുരുഷന്മാർക്ക് നമ്മൾ ഉംറയുടെ ത്വാഫിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇത്തിബാഉം റമലും. ഇത്തിബ എന്ന് പറഞ്ഞാൽ വലത് തോള് പുറത്താക്കിയിട്ടുള്ള ഇഹ്റാം വസ്ത്രം ധരിക്കലും, റമൽ എന്ന് പറഞ്ഞാൽ സ്പീഡിൽ നടക്കുന്ന അല്ലെ 2 ആദ്യത്തെ റൗണ്ടുകളിൽ. അത് രണ്ടും ഒഴികെ അത് രണ്ടും ഇല്ല. ഓക്കെ, ത്വാഫൽ ഇഫാദയ്ക്ക് ആ 2 കാര്യങ്ങളും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയെല്ലാം ഉംറയുടെ ത്വാഫിൽ നമ്മൾ എന്തൊക്കെ പാടോ അത് തന്നെയാണ് ഇവിടെയും. അതിനുശേഷം മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ സാധിക്കുമെങ്കിൽ, കാരണം ഈ ത്വാഫൽ ഇഫാദയ്ക്ക് ഒരുപക്ഷെ ഉംറയ്ക്ക് നമ്മൾ മഖാമ ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കുന്നത് പോലെ, അതായത് സാധാരണ ഉംറകളിൽ നമസ്കരിക്കുന്നത് പോലെ ത്വാഫൽ ഇഫാദയ്ക്ക് ചിലപ്പോൾ നമസ്കരിക്കാൻ പറ്റിയെന്ന് വരില്ല, ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ മസ്ജിദുൽ ഹറമിൽ എവിടെയെങ്കിലും 2 റക്അത്ത് നമസ്കരിക്കുക. ഈ ത്വാഫൽ ഇഫാദനെ ത്വാഫൽ സിയാറ അല്ലെങ്കിൽ ത്വാഫൽ ഹജ്ജ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ത്വാഫൽ ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ അത് ത്വാഫൽ ഇഫാദയാണ്. ഇനി അതിനുശേഷം സാഴിയ, സൊഫായ്ക്കും മർവയ്ക്കും ഇടയ്ക്കുള്ള സാഴിയ. അതേപോലെ നമ്മൾ മുമ്പ് ഉംറയുടെ സാഴിയ എങ്ങനെ കണ്ടു, സെയിം റൂൾസ്, സെയിം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സാഴിയ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ തഹല്ലുൽ അൽ അക്ബറിൽ ആവുന്നത്, പൂർണ്ണമായ തഹല്ലുൽ, ശരിക്കുമുള്ള ഇഹ്റാമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഇഹ്റാമിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് സംസം വെള്ളത്തിൽ നിന്ന് സംസം വെള്ളം കുടിച്ചിട്ട് മിനായിലേക്ക് മടങ്ങാം. അത്രയാണ്. മിനായില് നമ്മളിപ്പോ തിരിച്ച് മിനായിൽ എത്തിയിട്ട് ദുൽഹജ്ജ് 10, ഓക്കെ, 10 ഇതൊക്കെ നടക്കുന്നത് ദുൽഹജ്ജ് 10 ഓർക്കണം കേട്ടോ. അപ്പം മക്കയില് ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ത്വാഫും സഅയും, ത്വാഫിന്റെ 2 റക്അത്ത് നമസ്കാരം, സംസം വെള്ളം കുടിച്ച് നമ്മൾ തിരിച്ച് മിനായിലേക്ക് രാത്രി അവിടെ പാർക്കാൻ വേണ്ടിയിട്ട്, മിനായിൽ പാർക്കാൻ വേണ്ടിയിട്ട് ചെല്ലണം മിനായിലേക്ക്. ഓക്കെ, മിനായിൽ തന്നെ ചെലവഴിക്കുക എന്നുള്ളത് ഒരു വാജിബാണ്. പക്ഷേ ചിലപ്പോ മക്കയിൽ നിന്ന് മിനയിലേക്ക് പോകാൻ, അന്ന് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്ക്, കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ മക്കയിൽ നിന്ന് പലപ്പോഴും ഹജ്ജാജികൾ മിനായിലേക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്ക് കൊണ്ട് അല്ലെങ്കിൽ ട്രാഫിക് കൊണ്ട് ചിലപ്പോ അവർക്ക് അന്ന് രാത്രി തന്നെ മിനായിൽ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാത്രി ഒരുപാട് വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയോട് കൂടിയൊക്കെ ഉണ്ടാവാം. അത് മനഃപൂർവ്വം അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ മനഃപൂർവ്വം അങ്ങനെ വൈകിക്കാൻ പാടില്ല മിനായിലേക്ക് തിരിച്ചു പോകുന്നത്. പിന്നെ ത്വാഫൽ ഇഫാദയുടെ ടൈം, ത്വാഫൽ ഇഫാദയുടെ ടൈം എന്ന് പറയുമ്പം ശരിക്കും അതിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് മുസ്ദലിഫയിലെ അർദ്ധരാത്രിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. ഓക്കെ, മുസ്ദലിഫയിലെ അർദ്ധരാത്രിയിലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രകാരം ദുൽഹജ്ജ് 10 രാവിലെ സൂര്യോദയത്തിന് ശേഷമാണ് ത്വാഫൽ ഇഫാദയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10 രാവിലെ സൂര്യോദയത്തിന് ശേഷം ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ചില എക്സെപ്ഷൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവർക്ക് അത്തരത്തിലുള്ള പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മുസ്ദലിഫയുടെ അർദ്ധരാത്രിക്ക് ശേഷം അനുവദനീയമാണ് ത്വാഫൽ ഇഫാദ. ഇനി തശ്രീഖിന്റെ 3 ദിവസങ്ങളും, അയ്യാമ തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും ത്വാഫൽ ഇഫാദ അനുവദനീയമാണ്. ഈ ഫസ്റ്റ്, അതായത് ദുൽഹജ്ജ് 10 തന്നെ ചെയ്യണം എന്നില്ല. ഈ 3 ദിവസങ്ങളും, തശ്രീഖിന്റെ 3 ദിവസങ്ങളും ത്വാഫുൽ ഇഫാദ അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10 രാവിലെ സൂര്യോദയത്തിന് ശേഷം. ഇനി തശ്രീഖിന്റെ ദിവസങ്ങൾക്ക് ശേഷവും, അതായത് ഏറ്റവും ബെസ്റ്റ് ടൈം ഞാൻ ഒന്നും കൂടെ പറയാം, മുസ്ദലിഫയിലെ അർദ്ധരാത്രിക്ക് ശേഷം ടൈം ആരംഭിക്കും. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ദുൽഹജ്ജ് 10 രാവിലെ സൂര്യോദയത്തിന് ശേഷമാണ്. എന്നാൽ തശ്രീഖിന്റെ 3 ദിവസങ്ങളിലും ത്വാഫുൽ ഇഫാദ അനുവദനീയമാണ്. ഇതാണ് അടുത്ത നല്ല സമയം.
ഈവൻ തശ്രീഖിന്റെ ദിവസങ്ങൾക്ക് ശേഷവും ദുൽഹജ്ജ് മാസം അവസാനം വരെ തവാഫുൽ ഇഫാദ അനുവദനീയമാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ, സ്പെഷ്യൽ കേസിൽ നമുക്ക് ഈ പറഞ്ഞ ടൈം ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ ദീൻ എപ്പോഴും ഏറ്റവും എളുപ്പം തരുന്ന ദീനാണ്. അപ്പം ദുൽഹജ്ജ് മാസം അവസാനം വരെ തവാഫുൽ ഇഫാദ അനുവദനീയമാണ്. എന്നാൽ നമ്മൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ടൈമിന് വേണ്ടി തന്നെ ശ്രമിക്കണം. ദുൽഹജ്ജയ്ക്ക് ശേഷം അത് ഖദാ ആയി മാറും. അതും സമയപരിധി ഇല്ലാത്ത ഖദാണ്. നമ്മൾ തൊട്ട് മുമ്പേ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നതിന് സമയപരിധി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഖദാക്ക്, അല്ലെ? ഇത് സമയപരിധി ഇല്ലാത്ത ഖദാ ആണ്. ഇതിന് അതേപോലെ രാവ് പകല് അല്ലാണ്ട് ഇന്ന സമയം അങ്ങനെയൊന്നുമില്ല. ഏത് സമയം, അതായത് ഈ ബോർഡർ ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ദുൽഹജ്ജ് 10 സൂര്യോദയത്തിന് ശേഷം നമുക്ക് ഏത് സമയം, രാവും പകലും ളുഹറും അസ്റും അങ്ങനെയൊന്നും ടൈമില്ല, ഏത് സമയവും തവാഫുൽ ഇഫാദ നടത്താം. ഇനി ഈ ദുൽഹജ്ജ് 10 ചെയ്യുന്ന കർമ്മങ്ങളുടെ ക്രമം, ഓക്കെ, കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ? പലരും ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. അപ്പം സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് അബ്ദുല്ലാഹ് ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് ജംറയുടെ അടുത്ത് നിൽക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നതായിട്ട് കണ്ടു. ഒരാൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹദി, അത് റമിക്ക് മുമ്പ് കല്ലെറിയുന്നതിന് മുമ്പ് ഹദി ചെയ്തു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കുഴപ്പമില്ല, നീ ഇപ്പൊ റമി ചെയ്തോ, കുഴപ്പമൊന്നുമില്ല അതിന്. ഓക്കെ, കല്ലേറിന് മുമ്പ് ഞാൻ ഹദി ചെയ്തു പോയി എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, നീ ഇപ്പോ കല്ലെറിഞ്ഞോ. ഇനി വേറൊരാൾ ചോദിക്കും, ഞാൻ എൻ്റെ ഹൽക്ക്, അതായത് മുടി കളയൽ ചെയ്തു പോയി ഹദീന് മുമ്പ്. ഓക്കെ, ഹദീന് മുമ്പ് ഞാൻ മുടി കളഞ്ഞു പോയി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, കുഴപ്പമില്ല, നീ ഇപ്പൊ ഹദീ ചെയ്തോ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇപ്രകാരം ഹജ്ജിന്റെ, അതായത് ദുൽഹജ്ജ് 10 കർമ്മങ്ങളെ കുറിച്ച് എന്തൊരു കാര്യം ചോദിക്കുമ്പോഴും അത് കുഴപ്പമില്ല, നീ ഇപ്പൊ അത് ചെയ്തോ എന്ന് മറുപടി പറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് വളരെ പ്രബലമായ ദുൽഹജ്ജ് 10 കർമ്മങ്ങളുടെ ഓർഡർ സുന്നത്താണ്. ഓക്കെ, ഓർഡർ പ്രകാരം ചെയ്യൽ സുന്നത്താണ്, പക്ഷെ വാജിബല്ല എന്ന് കാണിക്കുന്ന ഒരു ഹദീസാണ്. അതിന്റെ അർത്ഥം എങ്ങനെയെങ്കിലും ചെയ്യുക എന്നല്ല, ആ ഓർഡർ പ്രകാരം, നമ്മളിപ്പോ പറഞ്ഞ ഓർഡർ പ്രകാരം ചെയ്യൽ സുന്നത്താണ്, പക്ഷേ വാജിബല്ല. അതിനും കാരണം എന്താന്ന് വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവുണ്ട്, അല്ലെ? അപ്പൊ തിരക്കുകളൊക്കെ കാരണം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിസ്സാവും. പിന്നെ ഓരോ ഗ്രൂപ്പുകളും തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇന്നത് ചെയ്യും, പിന്നെ മറ്റു കാര്യം ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെയും അവർ ക്രമീകരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഭയങ്കര തള്ളാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യൽ സുന്നത്താണ്, വാജിബല്ല. ഇനി അടുത്തത് സ്ത്രീകളുടെ കാര്യത്തിൽ ത്വാഫൽ ഇഫാദയ്ക്കുള്ള ചില മുൻകരുതലുകൾ. നമുക്കറിയാം, ത്വാഫൽ ഇഫാദ, ത്വാഫിന് നമസ്കാരം പോലെ തന്നെ വിശുദ്ധി, ഇത് വേണം, അല്ലെ? നമ്മൾ ഹൈദിലോ നിഫാസിലോ ആയിരിക്കുമ്പോൾ, വലിയ അശുദ്ധികളിലായിരിക്കുമ്പോൾ ത്വാഫ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള ശുദ്ധി വേണ്ട, ത്വഹാറ വേണ്ട ഒരു കാര്യമാണ് ത്വാഫ്. അതുകൊണ്ട് തന്നെ പീരിയഡ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, ആർത്തവ സമയത്തുള്ള സ്ത്രീകൾ ക്ലീൻ ആവുന്നത് വരെ ത്വാഫ് ചെയ്യാൻ പാടില്ല. ഇനി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ഭയമുള്ള സ്ത്രീക്ക്, നമുക്കറിയാം ത്വാഫിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് മുസ്ദലിഫയിലെ അർദ്ധരാത്രിക്ക് ശേഷമാണ്, അല്ലെ? കാരണം നമ്മൾ ആ മുസ്ദലിഫയിലെ അർദ്ധരാത്രിക്ക് ശേഷം പുറപ്പെടുന്ന ആളുകളുടെ പേര് പറഞ്ഞപ്പം അതിനകത്ത് ദുർബലരും സ്ത്രീകളും കുട്ടികളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് ഭയമുള്ളവർക്ക് മുസ്ദലിഫയിലെ അർദ്ധരാത്രിക്ക് ശേഷം നേരെ മക്കയിൽ പോയിട്ട് ത്വാഫുൽ ഇഫാദ ചെയ്തിട്ട് വരാം. കാരണം പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ, ത്വാഫുൽ ഇഫാദ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്താലും ബാക്കി എല്ലാ മനാസിക്കുകളും, സഴിയും റമിയും ഒക്കെ അവൾക്ക്, അതായത് സഴി ചെയ്യാം പീരിയഡ്സിലാണെങ്കിലും, കല്ലെറും ചെയ്യാം. അപ്പം ത്വാഫുൽ ഇഫാദയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. അപ്പം ആ ഒരു റെസ്ട്രിക്ഷൻ, ആ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ മുസ്ദലിഫയിലെ രാത്രിയിൽ തന്നെ, മുസ്ദലിഫയിലെ അർദ്ധരാത്രിക്ക് ശേഷം തന്നെ വന്നിട്ട് ത്വാഫുൽ ഇഫാദ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഹജ്ജിന് പ്ലാൻ ചെയ്യുമ്പോൾ പീരിയഡ്സിന് ചാൻസ് ഉള്ള, ഓക്കെ, ഹജ്ജിന്റെ ദിവസങ്ങളിൽ പീരിയഡ്സിന് ചാൻസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അവരുടെ റിട്ടേൺ ഫ്ലൈറ്റ് ഡേറ്റ് പ്രത്യേകം നോക്കണം. കാരണം എൻ്റെ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം ത്വാഫ് ചെയ്തിട്ട് മടങ്ങുന്ന പോലെ
വരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ആ കാര്യം പ്രത്യേകിച്ച് പുറത്തുള്ളവർ, നമ്മളെ പോലെയുള്ളവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഏറ്റവും അതായത് റിട്ടേൺ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദിവസമാണോ പീരിയഡ്സ് ഉള്ളത് പ്ലസ് ഒരു ദിവസം കൂടെ നിന്നിട്ട് അവിടുന്ന് തവാഫൽ ഇഫാദ ചെയ്തതിന് ശേഷം മടങ്ങി വരുന്ന പോലെ ആയിരിക്കണം അവരുടെ ഫ്ലൈറ്റ് റേറ്റ്. ഇനി പ്രത്യേകിച്ച് അധിക ദിവസം പീരിയഡ്സ് ഉള്ളവർ അതും കൂടെ കണക്കാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി തവാഫൽ ഇഫാദയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒരു സ്ത്രീ ഓക്കെ ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്തു, പക്ഷെ പീരിയഡ്സ് കാരണം തവാഫൽ ഇഫാദ മാത്രം ചെയ്തില്ല എന്ന് വെക്കാം. അപ്പം അവള് പ്യുവർ ആവുന്നത് വരെ മക്കയിൽ വെയിറ്റ് ചെയ്യണം തവാഫൽ ഇഫാദ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി പീരിയഡ്സിന് തന്നെ ചിലർക്ക് ഇടയ്ക്കൊരു ക്ലീൻ പീരീഡ് ഉണ്ടാവും അല്ലെ, ഒരു 1-2 ദിവസം ബ്ലീഡിങ് ഇല്ലാത്ത സമയം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട്, പീരിയഡ്സ് കംപ്ലീറ്റ് നിന്നിട്ടുണ്ടാവില്ല, ചിലരുടെ പീരിയഡ്സിന്റെ നേച്ചർ അങ്ങനെ ആയിരിക്കും, ഇടക്ക് നിന്ന് പിന്നെയും വന്ന് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ഇടക്ക് നിന്ന് പോകുന്ന സമയത്ത് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് തവാഫ് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസെപ്ഷൻ പിൽസ് ഉണ്ട്, അതായത് ബ്ലീഡിങ് പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള പില്ലുകൾ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ആ സമയത്ത് അതുപോലെ ഒരു മരുന്നോ അല്ലെ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനോ എടുത്തിട്ട് പീരിയഡ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നിട്ട് തവാഫ് ചെയ്ത് പോവാം. ഇനി അതും അല്ല, അവൾക്ക് മക്കയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ആളുകളാണ്, സപ്പോസ് അവര് റിയാദിലോ ദമാമിലോ ഒക്കെ ഉള്ള ആളുകളാന്ന് വെക്കാം. അവർക്ക് മക്കയിൽ നിന്ന് തിരിച്ചു പോയിട്ട് പ്യുവർ ആയതിനു ശേഷം, ശുദ്ധിയായതിനു ശേഷം വന്നിട്ട് തവാഫൽ ഇഫാദ ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ വെയിറ്റ് പീരീഡിൽ അവള് ഇഹ്റാമിന്റെ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കണം ഭർത്താവുമായിട്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഫസ്റ്റ് തഹല്ലുലിന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഭർത്താവുമായിട്ടുള്ള ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല. അപ്പം അത് അവള് കീപ്പ് ചെയ്യണം. അപ്പോഴും അവള് എന്താണ് വലിയ ഇഹ്റാമിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, അതായത് തഹല്ലുൽ അൽ അക്ബറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല അല്ലെ, തഹല്ലുൽ അൽ അക്ബർ ആയിട്ടില്ല. അപ്പോൾ ഈ പുറത്ത് പോവുകയാണെങ്കിൽ പോലും, മക്കയുടെ പുറത്ത് പോവുകയാണെങ്കിൽ പോലും, തിരിച്ചു വന്നിട്ട് തവാഫൽ ഇഫാദ ചെയ്യുകയാണെങ്കിൽ പോലും അവള് ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. അത് എത്ര ലോങ് കാലത്തിന് ശേഷം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ തവാഫൽ ഇഫാദ ചെയ്യുകയാണെങ്കിൽ പോലും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇതൊക്കെ മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾ പിന്നീട് നിങ്ങൾ പോകുന്ന സമയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ട് നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കുറച്ചും കൂടെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ എന്താ പറഞ്ഞത്, നമ്മൾ പീരിയഡ്സ് ആവുമ്പോൾ തവാഫൽ ഇഫാദ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അല്ലെ. ഈ പറഞ്ഞ ഒരു പോസിബിലിറ്റിയും ഇല്ല എന്ന് വെക്കാം. മക്കയിൽ പ്യുവർ ആവുന്നത് വരെ, ശുദ്ധിയാവുന്നത് വരെ നിൽക്കാൻ പറ്റൂല എന്ന് വെക്കാം. അതേപോലെ പോയിട്ട് മക്കയ്ക്ക് പുറത്തു പോയിട്ട് തിരിച്ചു വരാൻ യാതൊരു വകുപ്പും ഇല്ല. അപ്പൊ നമ്മളെ പോലെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക്, നമുക്ക് പീരിയഡ്സിന് മുമ്പ് നമ്മൾ തിരിച്ചു പോരുകയാണ്, നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല അല്ലെ. ഇനി പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ തവാഫൽ ഇഫാദ ചെയ്യാന്ന് വെച്ചാൽ അത്രയും കാലം ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല എന്ന് പറയുമ്പോൾ അതത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അങ്ങനെ വരുമ്പം അങ്ങനത്തെ എക്സ്ട്രീം കേസിൽ മാത്രം ഇബ്നു തൈമിയ റഹിമഹുല്ല, ചില ഹനഫി പണ്ഡിതന്മാരും ചില ഹംബലി പണ്ഡിതന്മാരും എന്ത് അനുവദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ, അവളുടെ പീരിയഡ്സിലായിരിക്കുമ്പോൾ തന്നെ നെസസറി പ്രിക്കോഷൻ ഒക്കെ എടുത്ത്, അതായത് മത്താഫ് വൃത്തികേടാകാത്ത, അവളുടെ ബ്ലീഡിങ് കാരണം മത്താഫ് വൃത്തികേടാവാത്ത എല്ലാ രീതിയിലുള്ള പ്രിക്കോഷനും എടുത്തിട്ട് അവർക്ക് തവാഫ് ചെയ്യാം. വേറെ മാർഗം ഒന്നും ഇല്ലെങ്കിൽ, അതും എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായമല്ല, ഷെയ്ഖ് ഇബ്നു തൈമിയ റഹിമഹുല്ല, ചില ഹനഫി ആൻഡ് ഹംബലി പണ്ഡിതന്മാരും മാത്രം അഭിപ്രായപ്പെടുന്ന കാര്യമാണ്. ഇത് വേഴ്സ്റ്റ് കേസിൽ മാത്രമാണ്. ഓക്കെ, അപ്പം സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീൻ എന്ന് പറയുന്നത് അത്രക്ക് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്താൽ മതി എന്ന രീതിയിൽ നമ്മളെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു ദീനാണ്. പലർക്കും തോന്നിയേക്കാം എന്താ പിൽസ് എടുത്തൂടെ, മരുന്ന് കഴിച്ചൂടെ എന്നുള്ളത്. കാരണം അത് കംപ്ലീറ്റ്ലി ഒരു മെഡിക്കൽ ഗ്രൗണ്ടിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഓരോരുത്തർക്കും, ഓരോ സ്ത്രീകൾക്കും അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് വേറെ വേറെ ആയിരിക്കും. അപ്പം അതിന് കോമൺ ആയിട്ട് എല്ലാവരും മരുന്നെടുത്തു എന്ന് പറയാനുള്ള സാഹചര്യം ഇല്ല. കാരണം ഓരോരുത്തരുടെയും പീരിയഡ് സൈക്കിൾസും യൂട്രസ് റിലേറ്റഡ് പ്രശ്നങ്ങളും ഒക്കെ അനുസരിച്ച് ചിലർക്ക് ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്ന് ബാക്കിയുള്ള കർമ്മങ്ങളും കൂടെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ വന്നേക്കാം. അപ്പൊ അത് അവനവരുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നാലും പിൽസ് എടുക്കാതെ തന്നെ
ഇത്രയും അധികം എക്സെപ്ഷൻസ്, ഇത്രയും അധികം സൗകര്യങ്ങൾ ചെയ്ത് തരുന്നത് സുബ്ഹാനല്ലാഹ് നമ്മുടെ ദീനിന്റെ എളുപ്പത്തിനെയാണ് കാണിക്കുന്നത്. അതേപോലെ നിങ്ങൾ നിർബന്ധമായും ടാബ്ലറ്റ് എടുക്കണം എന്നുള്ള ഒരു കമ്പൽഷൻ ഇല്ലാന്ന് കൂടെയാണ് കാണിക്കുന്നത്. നമ്മളുടെ മേൽ അവിടെ ഒരു ചോയ്സ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, അപ്പം സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ത്വാഫുൽ ഇഫാദ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ത്വാഫ് മാത്രമാണ് അല്ലെ, ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും പീരിയഡ്സിൽ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ത്വാഫ് മാത്രമാണ്. അതുകൊണ്ട് അത് നമുക്ക് പ്രത്യേകം എക്സ്ട്രാ ഡിസ്കഷൻ അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമ്മൾ തിരിച്ച് മിനയിലേക്ക്, മക്കയിലുള്ള കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് വീണ്ടും മിനയിലേക്ക് പോവാണ്. നമുക്ക് മിനയിൽ ചെയ്യാനുള്ളത് റമി അല്ലെ, കല്ലേറ്, അയ്യാമു തശ്രീഖില്. അപ്പം അയ്യാമു തശ്രീഖിനെ കുറിച്ച് പറയാം. അപ്പം അയ്യാമു തശ്രീഖ് നമുക്ക് രാവും പകലും മിനായിൽ താമസിക്കാനുള്ളതാണ്. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11, 12, 13 ഈ സമയങ്ങളിൽ മക്കയിൽ പോകുന്നതിനേക്കാളും നല്ലത്, ഏറ്റവും ഉത്തമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മിനായിൽ തന്നെയാണ്. പല പണ്ഡിതന്മാരും ഇതിനെ ഒരു വാജിബായിട്ടുള്ള കാര്യമായിട്ടാണ്, അതായത് ഹജ്ജിന്റെ നിർബന്ധിത കർമ്മമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എക്സെപ്ഷൻ ഉണ്ട്, ചിലർക്കെങ്കിലും എന്തെങ്കിലും രോഗം കാരണം മിനയിൽ താങ്ങാൻ പറ്റൂല ഈ 11, 12, 13 ദിവസങ്ങളിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, അത് മിനയിൽ പറ്റൂല എന്നുണ്ടെങ്കിൽ പോവാം. അതേപോലെ ചിലരുടെ ജോലി, ഇപ്പം ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെയാണ്, അവർക്ക് അത്രയും ദിവസം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂല, അവരവിടെ എത്തിയേ മതിയാവും എന്നുള്ള സാഹചര്യങ്ങൾ, അതായത് വളരെ അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ അവർക്ക് ഈ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനായിൽ നിന്ന് പുറത്തു പോകാം. അതർവൈസ് തശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനായിൽ ചെലവഴിക്കുന്നത് തന്നെയാണ് സുന്നത്ത്. ഇനി റമീനെ കുറിച്ച് പറയാം. ഈ 3 ദിവസങ്ങളിലുള്ള കല്ലേറ്. ഓക്കെ, ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും, അതായത് 11, 12, 13 ഈ 3 ദിവസങ്ങളിലും 7 കല്ലുകൾ കൊണ്ട് 3 ജംറാത്തിലും എറിയാം. ഓക്കെ, 3 ജംറ എന്ന് പറയുന്നത് ചെറിയ ജംറ, മധ്യഭാഗത്തുള്ള ജംറ, പിന്നെ ജംറത്തുൽ അഖബ. എനിക്ക് മിസ്സായതാണ്, ഞാൻ പ്രസന്റേഷന്റെ PDF അയക്കുമ്പോൾ ഞാൻ അയച്ചുതരാം കേട്ടോ. 3 ജംറകൾ. അപ്പൊ 3 ജംറകളിലും ഈ 3 ദിവസവും 7 കല്ലുകൾ കൊണ്ട് എറിയ. അതിന്റെ ടൈം എന്ന് പറയുന്നത് സവാലിന് ശേഷമാണ്. ഓക്കെ, സവാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ലുഹറിന് ശേഷം, സൂര്യൻ അതിന്റെ പീക്ക് പോയിന്റിൽ നിന്ന് താഴോട്ട് ഇറങ്ങി തുടങ്ങുമ്പോഴാണ് സവാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സവാൽ എന്ന് പറയുന്നത് ആ ഒരു സമയത്തിന് ശേഷമാണ് കല്ലെറിയേണ്ടത്. അത് എറിയുന്നത് ക്രമത്തിലായിരിക്കണം. ആദ്യം ചെറിയ ജംറയില്, പിന്നെ സെൻട്രലുള്ള ജംറയില്, പിന്നെ അതായത് വലിയ ജംറ, അതായത് ജംറത്തുൽ അഖബയില്. 1ഉം 2ഉം ജംറാത്തിന് ശേഷം, 1ലും 2ലും കല്ലെറിഞ്ഞതിന് ശേഷം മുന്നോട്ട് നീങ്ങി കിബിലക്ക് നേരെ നിന്ന് കൈ ഉയർത്തി നീണ്ട ദ്വാ ചെയ്യുക എന്നുള്ളത് നിന്നുകൊണ്ട് ദ്വാ ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇനി ഈ 11, 12, 13 എന്ന് പറയുമ്പോൾ അതിന്റെ ടൈമിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് 11, 12 മാത്രം നോക്കാം. കാരണം 13ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാം അല്ലെ, 13 ഉച്ചതിരിയാന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുവരെ സമയമുള്ളൂ ആക്ച്വലി. അപ്പോൾ 11നും 12നും ഈ 3 ജംറകളിലും കല്ലെറിയുന്നതിന്റെ സമയപരിധികൾ നമുക്ക് നോക്കാം. ഓക്കെ, ദുൽഹജ്ജ് 11, 12. അവിടെ ളുഹറിന് മുമ്പ്, ഇത് നമ്മൾ ജംറത്തുൽ അഖബയുടെ കാര്യത്തിലും പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ ദുൽഹജ്ജ് 10ന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദുൽഹജ്ജ് 11ലേക്ക് പോകുമ്പോൾ ളുഹറിന് മുമ്പുള്ള ടൈം, ഫജ്ർ മുതൽ ളുഹർ വരെയുള്ള ടൈം അനുവദനീയമല്ല, അത് സ്വീകാര്യമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റ് 3 ജംറയിൽ കല്ലെറിയുന്ന കാര്യത്തിലും ളുഹറിന് മുമ്പുള്ള, സവാലിന് മുമ്പുള്ള ടൈം കല്ലേറ് അസാധുവാണ്, സ്വീകാര്യമല്ല. അതിനുശേഷം ളുഹർ മുതൽ മഗ്രിബ് വരെ ഈ 2 ദിവസങ്ങൾ, നമ്മളിപ്പോൾ പറയുന്നത് ജംറത്തുൽ ദുൽഹജ്ജ് 11, 12 മാത്രമാണ് കേട്ടോ. 13ന് കുറച്ച് വ്യത്യാസം ഉള്ളത് കൊണ്ട് ഞാൻ വേറൊരു സ്ലൈഡിൽ കാണിക്കാം. അപ്പോൾ 11, 12 കല്ലെറിയാൻ, ഈ 3 ജംറാത്തുകളിലും കല്ലെറിയാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ളുഹറിന്റെയും മഗ്രിബിന്റെയും ഇടയ്ക്കുള്ള ടൈമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അത് മിസ്സാവുകയാണെങ്കിൽ മഗ്രിബ് മുതൽ നെക്സ്റ്റ് ഡേ ഫജ്ർ വരെ, ഓക്കെ, മഗ്രിബ് മുതൽ നെക്സ്റ്റ് ഡേ ഫജ്ർ വരെ അനുവദനീയമായ ടൈമാണ്. കാരണം നമുക്കറിയാം ഈ ഒരു ദിവസം, ഈ ഒരു സമയം എന്ന് പറയുന്നത് ളുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര തള്ളായിരിക്കും അല്ലെ. അപ്പോൾ പ്രയാസമാണെന്നുണ്ടെങ്കിൽ മഗ്രിബിന് ശേഷം അടുത്ത ദിവസം ഫജ്ർ വരെ അനുവദനീയമാണ്. ഈ കല്ലേറ് എന്ന് പറയുന്നത് ഈ 3 ജംറാത്തുകളിലും ഈ പറഞ്ഞ ഓർഡറിൽ 7 കല്ലുകൾ വീതം എറിയലാണ്. ഓക്കെ, ഇനി ഇപ്പം 11 കഴിഞ്ഞപ്പോൾ 12ലേക്ക് പോകുമ്പോൾ അല്ലെ, വീണ്ടും നമുക്ക് ഫജ്റിന്റെ സുഹറിന്റെ ഇടയ്ക്കുള്ള ഒരു സമയം വരും. അപ്പം സവാലിന്റെ, അതായത് ഫജ്റിന്റെയും സവാലിന്റെ ഇടയ്ക്കുള്ള ടൈം വരും. ആ സമയത്ത് കല്ലെറിയാൻ പാടില്ല. തുടർന്ന്
നെക്സ്റ്റ് ഡേ, അതായത് നമ്മൾ ഫസ്റ്റ് ഡേ മിസ്സാവാന്ന് വെച്ചോ. ഓക്കെ, 11-നും 12-നും 13-നും കല്ലെറിയലാണ് അല്ലെ. അതായത് 11-നും 12-നും 13-നും നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസവും കല്ലെറിയണം. 11-നും 12-നും മാത്രം നിൽക്കാനുള്ള അനുവാദമുണ്ട്. ഏതാണെങ്കിലും നമ്മൾ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ കല്ലെറിയണം. അപ്പൊ ഒന്നാമത്തെ ദിവസം നമുക്ക് മിസ്സായി പോവാന്ന് വെച്ചോ. ഫജർ വരെയുള്ള സമയത്ത് മിസ്സായി, ഫജർ മുതൽ ളുഹർ വരെ എറിയാൻ പാടില്ല. അതിനുശേഷമുള്ളത് നമ്മൾ തലേ ദിവസത്തെ ഖള ആയിരിക്കും. ഓക്കെ, ആ ഒരു ഖള എന്ന് പറയുന്നത് ഏത് വരെയുണ്ട്? 13-ന്റെ സൂര്യാസ്തമയം വരെ ഉണ്ട്. ഖള സമയം തശ്രീഖിന്റെ അവസാന ദിവസം ദുൽഹജ്ജ് 13 സൂര്യാസ്തമയം വരെ തുടരും. ഇവിടെ സവാല് മുതലാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. സവാലിന് മുമ്പേ ഉള്ള ടൈമിൽ പാടില്ല. ഇനി ദുൽഹജ്ജ് 13-ലെ സൂര്യാസ്തമയത്തിന് ശേഷം കല്ലെറിയാണെന്ന് വെച്ചോ. അതായത് ഈ 3 ദിവസങ്ങളിലുള്ള ഡ്യൂ ഉള്ള കല്ലേറുണ്ട് അല്ലെ, 3 ജംറാത്തിലുള്ള കല്ലേറ് ദുൽഹജ്ജ് 13-ല് സൂര്യാസ്തമയത്തിന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാജിബ് നഷ്ടപ്പെടുകയും ചെയ്യും, ഫിദിയ ബാധ്യതയാകുകയും ചെയ്യും. ഇനി ഇത് തന്നെ ദുൽഹജ്ജ് 13-ന്റെ കാര്യം നോക്കാം. ഒരുപാട് ഇൻഫർമേഷൻ ആണെന്ന് എനിക്ക് അറിയാം. എല്ലാം ഈ ഒരു സ്ട്രെച്ചിൽ കയറൂലെന്നും അറിയാം. ശ്രദ്ധിക്കുക. പോകുന്നവര് സമയമെടുത്ത് പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തായാലും എക്സാം ഉണ്ട്, അതിനുവേണ്ടി ഈ ആഴ്ച തന്നെ എല്ലാവരും പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം ഇനി ദുൽഹജ്ജ് 13-ന് 3 ജംറാത്തിൽ കല്ലെറിയുന്ന സമയം ഞാൻ പറഞ്ഞു. ദുൽഹജ്ജ് 11-നും 12-നും എറിയുന്ന കാര്യം നമ്മൾ കണ്ടു. 13-ലേക്ക് വരുമ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ ദുഹറിന് മുമ്പ്, അതായത് സവാലിന് മുമ്പ് കല്ലെറിയാൻ പാടില്ല. സവാലിന്റെയും മഗ്രിബിന്റെയും ദുഹറിന്റെയും മഗ്രിബിന്റെയും ഇടയ്ക്കുള്ളതാണ് ആ ദിവസത്തില്, അതായത് ദുൽഹജ്ജ് 13-ന് ഏറ്റവും ഉചിതമായതും അനുവദനീയവുമായിട്ടുള്ള ഒരേ ഒരു സമയം. പിറ്റേ ദിവസത്തെ ഫജറിലേക്ക് വെക്കല് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതോടുകൂടി കല്ലേറിന്റെ സമയം കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമുക്ക് മിസ്സായ കല്ലറെല്ലാം നമുക്ക് എന്താണ് ഫിദിയായിട്ട് മാറി. ഇതുവരെ നമുക്ക് ഇവൻ 11-ന്റെയും 12-ന്റെയും ഒക്കെ ഖളാ വീട്ടാൻ പറ്റും. പക്ഷെ ദുൽഹജ്ജ് 13-ന് മഗ്രിബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് ഫിദിയായിട്ട് മാറും. ഓക്കെ, അപ്പം അത്രയാണ് ദുൽഹജ്ജ് അയ്യാമു തശ്രീക്കിലുള്ള റമീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുക. സുബ്ഹാനല്ലാഹ് അല്ലേ, നമ്മൾ സൂറത്ത് ബഖറയിലെ 103-ാമത്തെ ആയത്ത്, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖ വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കുക. അവയിൽ 2 ദിവസം കൊണ്ട് മതിയാക്കി ആരെങ്കിലും ധൃതിപ്പെട്ടു പോരുന്ന പക്ഷം അവന് കുറ്റമില്ല. ഒരു ദിവസവും കൂടി താമസിച്ചു പോരുന്നവനും കുറ്റമില്ല. സൂക്ഷ്മത പാലിക്കുന്നവന് അതാണ് ഉത്തമം. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവങ്കിലേക്ക് ഒരുമിച്ച് കൂടപ്പെടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നമുക്കറിയാം അല്ലെ, 11, 12 മാത്രമാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ 11, 12, 13 നിൽക്കുക. 13 കൂടെ നിൽക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഈ ഓരോ ദിവസവും നിൽക്കുമ്പോൾ നമുക്ക് കല്ലറുണ്ട് അല്ലെ. നമ്മൾ 11-നും 12-നും നിൽക്കുന്നുണ്ടെങ്കിൽ ആ 2 ദിവസം മാത്രം 3 ജംറകളിലും കല്ലെറിയണം. 11, 12, 13 ഉണ്ടെങ്കിൽ ഈ 3 ദിവസങ്ങളും കല്ലെറിയണം. ഒന്നാമത്തെ ദിവസം മിസ്സായാൽ അത് 2-ാമത്തെ ദിവസം നമുക്ക് ഖളാ ആയിട്ട് ചെയ്യണം. ഖളാന്റെ സമയം തീരുന്നത് 13-ന്റെ മഗ്രിബോട് കൂടിയാണ്. 13-ന്റെ മഗ്രിബോട് കൂടി നമ്മൾ ഇത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മേല് ഫിദിയ ബാധ്യതയാകും. ഓക്കെ, ഇനി മിനായിൽ നിന്നുള്ള പുറപ്പെടൽ ദുൽഹജ്ജ് 12-ന് അല്ലെങ്കിൽ 13-ന്. ഇപ്പൊ ഈ ആയത്ത് പ്രകാരം 12-ന് പോവാം അല്ലെങ്കിൽ 13-ന് പോവാം. അപ്പം 12-ന് കല്ലേറ് നടത്തിയ ശേഷം സൂര്യാസ്തമയത്തിന് മുന്നേ ആയിട്ട് മിനായിൽ നിന്ന് പുറപ്പെടാം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആയതുകൊണ്ട് തന്നെ 13-ന് കല്ലെറിയാൻ വേണ്ടി നിൽക്കുന്നതാണ് ഉത്തമം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി അല്ലെ. ഇനി കല്ലേറും മിനായിലെ താമസവും സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നമുക്ക് പറ്റിപ്പോകാവുന്ന ചില അബദ്ധങ്ങൾ. ഒന്ന്, ഈ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞല്ലേ, സവാലിന്റെ മുമ്പേ കല്ലെറിയാൻ പാടില്ല എന്ന്. അപ്പം തിരക്കൊന്നും ഇല്ലാന്ന് കാണുമ്പം അയ്യാമു തശ്രീഖില് സവാലിന്റെ മുമ്പേ കല്ലെറിയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഓരോ ദിവസവും സവാലിന് ശേഷമാണ്, ദുഹറിന് ശേഷമാണ് കല്ലെറിഞ്ഞിട്ടുള്ളത്. അത് അസ്ർ വരെ വൈകിക്കുക, ഈവൻ രാത്രിയിലേക്കോ അല്ലെ പിറ്റേ ദിവസം ഫജ്ർ വരെയോ വൈകിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അപ്പോഴും സവാലിന് മുമ്പേ പാടില്ല. നമ്പർ 2, എല്ലാ കല്ലുകളും കൂടെ ഒന്നിച്ചെറിയാം, അത് പറ്റൂല. ഓരോന്നായിട്ട് വേണം എറിയാൻ വേണ്ടിയിട്ട്. ഇനി എറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പോസ്റ്റിൽ, ജംറ എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റാ അല്ലെ, ഒരു തൂണ് പോലെ, അതിൽ ടച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്
ടച്ച് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ എറിഞ്ഞാൽ മതി. അവിടെ ഒരു സർക്കിൾ ഉണ്ടാവില്ലേ, ആ ഒരു വട്ടത്തിനകത്തേക്ക് എറിഞ്ഞാൽ മതി. ഇനി ചിലരെങ്കിലും അതിനടുത്തുള്ളവർ എന്നാ പിന്നെ അതിലേക്ക് ഇട്ടാൽ മതി എന്ന് വിചാരിക്കുന്നത്, അതിന്റെ അടുത്ത് പോയിട്ട് ആ സർക്കിളിലേക്ക് ഇടലല്ല, എറിയലാണ് വേണ്ടത്. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സവാലിന് മുമ്പേ കല്ലെറിയൽ പാടില്ല, സവാലിന് ശേഷമാണ് കല്ലെറിയേണ്ടത്. വൈകിക്കാം അല്ലെ, പിറ്റേ ദിവസം ഫജർ വരെ വൈകിക്കാം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, പക്ഷേ സവാലിന് മുമ്പ് പാടില്ല. പിന്നെ ഒന്നിച്ച് കല്ലെറിയൽ, ഒന്നിച്ചല്ല ഓരോന്നായിട്ടാണ് കല്ലെറിയേണ്ടത്. പിന്നെ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ആ പോസ്റ്റിൽ ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ മതിലിന്റെ മുകളിൽ ഹിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അത് നിർബന്ധമില്ല, നമ്മൾ എറിഞ്ഞാൽ മതി. പിന്നെ കൊണ്ടുപോയി ഇടലല്ല ചെയ്യേണ്ടത്, നമ്മൾ എറിയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് 7 കൂടുതൽ കല്ലുകൾ എറിയാന്നുള്ളത്. ഓക്കെ, ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾക്ക് ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ക് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. 7 എന്ന് പറഞ്ഞാൽ 7 അത്രേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല ഇപ്പുറം ഇല്ല. പിന്നെ തള്ളുണ്ടാക്കിയിട്ട് അല്ലെ, തല്ല് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ഒക്കെ പോക്ക് സുബ്ഹാനല്ലാഹ്, നമുക്ക് എത്രത്തോളം കാമായിട്ട് പോകാൻ പറ്റുമോ അല്ലെ, നമ്മളൊരു ഇബാദത്താ ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടേണ്ട ഒരു ഇബാദത്തിനാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എത്രത്തോളം കാമായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ, ആരെയും ഉപദ്രവിക്കാതെ പോകാൻ പറ്റുമോ, അത്രത്തോളം നമ്മൾ ശ്രമിക്കുക. തട്ടിപ്പോയി എന്നുള്ളത് ഒക്കെയാണ്, പക്ഷെ തള്ളുണ്ടാക്കിയിട്ട് പോകണമെന്ന് വിചാരിക്കരുത്. ഓരോരുത്തരും അവനവന്റെ ആരോഗ്യസ്ഥിതിയും പ്രായവും മറ്റു കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്ത് ഒരുപാട് സമയങ്ങളും അനുവാദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഗ്രൂപ്പാണെങ്കിലും ഗ്രൂപ്പിലും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ് അങ്ങനെയുള്ള ആളുകളുടെ കൂടെയൊക്കെ അത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. മുമ്പേ അറിയുന്നത് എന്തുകൊണ്ടും അതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ആവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ. ഇനി കല്ലല്ലാത്ത ഈ കുഞ്ഞു പെബിൾസ് അല്ലാതെ വേറെ വലിയ വലിയ സാധനങ്ങളൊക്കെ, വടി, ചെരുപ്പ്, കൊട ഒക്കെ, അല്ലെങ്കിൽ വലിയ പാറ പോലത്തെ കല്ലുകൾ ഒക്കെ എറിയുന്ന ആളുകളുണ്ട്. അതൊന്നും നമ്മൾ എറിയാൻ പാടില്ല. കുഞ്ഞു കല്ല് നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു കടലമണീനേക്കാളും ഒരു ഇത്തിരി വലുപ്പമുള്ള കുഞ്ഞു കല്ലുകൾ നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് പെറുക്കാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതേ എറിയാൻ പാടുള്ളൂ. പിന്നെ ഇതിനു വേണ്ടി തൗക്കീൽ ചെയ്യുക, നമ്മൾ നേരത്തെ ഹദീനെ നമ്മൾ തൗക്കീൽ പറഞ്ഞിരുന്നു അല്ലെ, ആൾ പൈസ കൊടുത്ത് ഏൽപ്പിക്കുക എന്നുള്ളത്. അതുപോലെ റമിക്ക് വേണ്ടിയിട്ട് കാരണമൊന്നും ഇല്ലാതെ, അതായത് രോഗവും അല്ലെങ്കിൽ വാർദ്ധക്യമൊക്കെ കാരണം അവിടെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ കല്ലെറിയാൻ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാജിബ് മിസ്സാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മൃഗബലി നമ്മുടെ മേൽ ബാധ്യത ആവുകയും ചെയ്യും. ഓക്കെ, ഇത്രയാണ് റമീനെ സംബന്ധിച്ചിടത്തോളം, കല്ലെറിയലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫോൾസ് അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന അബദ്ധങ്ങൾ. ഇനി മിനായിലെ കാര്യം വരുമ്പം, മിനായില് രാവുകളും പകലുകളും മിന അല്ലാത്ത സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യുക. അതായത് മക്കയിൽ അല്ലെ, മക്കയിൽ ഏതായാലും ഇതിനു വേണ്ടിയിട്ട് പോയി, തവാഫിനും സഈനും പോയി, അവിടെ നമുക്ക് റൂമൊക്കെ ഉണ്ടെന്നാ പിന്നെ അവിടെ അങ്ങ് നിന്നേക്കാം എന്ന് തോന്നുന്നത് സുബ്ഹാനല്ലാഹ് നമുക്ക് പാടില്ല അല്ലെ. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ വളരെ വാലിഡ് ആയിട്ടുള്ള രോഗം കാരണം, ഹോസ്പിറ്റലൈസേഷൻ കാരണം, അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര അത്യാവശ്യമുള്ള ജോലിക്കാർ, ഡോക്ടർ, നഴ്സ് പോലെയുള്ള ജോലിക്കാർ, അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കാരണം ഒക്കെയുള്ള സ്പെഷ്യൽ കേസ് അല്ലാതെ മിനായിലേക്ക് വരാതിരിക്കാനുള്ള യാതൊരു അനുവാദവും ഇല്ല. അങ്ങനെ ആവുമ്പോൾ ഒരു വാജിബ് തന്നെയാണ് മിസ്സാകുന്നത്. അതുകൊണ്ട് മിനായിലെ താമസം നിർബന്ധങ്ങളിൽ പെട്ടതാണ്. പിന്നെ ചിലര് സുബ്ഹാനല്ലാഹ് ഇതിനിടയ്ക്ക് ഈ 11, 12, 13 ഇടയ്ക്ക് മക്കയിൽ പോയിട്ട് തവാഫുൽ വദ ഓക്കെ, വിടവാങ്ങൽ തവാഫ് ചെയ്തിട്ട് മിനായിലേക്ക് വന്നിട്ട് റമി ചെയ്യുന്ന, അറിയാത്തത് കൊണ്ടായിരിക്കാം ചെയ്യും. പക്ഷേ സുബ്ഹാനല്ലാഹ്, തവാഫുൽ വദ എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഏറ്റവും അവസാനത്തെ കർമ്മം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ തവാഫുൽ വദ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മിനായിൽ നിന്ന് എന്തെങ്കിലും കല്ലെറിയാന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റായ ഒരു ധാരണയാണ്. പിന്നെ ദുൽഹജ്ജ് 12 മുന്നേ മിന വിടല്, നമ്മൾ പറഞ്ഞു ദുൽഹജ്ജ് 12-നും 13-നും വിടല്, മിനായിൽ നിന്ന് വിടല് ഓക്കെയാണ്. പക്ഷെ ദുൽഹജ്ജ് 12-ന് മുമ്പേ മിന വിടല് തെറ്റായ ഒരു കാര്യമാണ്. അതായത് ദുൽഹജ്ജ് 12-ലെ 3 ജംറാത്തുകളിലും കല്ലേറ് കഴിഞ്ഞ് മഗ്‌രിബിന് ശേഷം ആണ് 12-നുള്ള പോക്ക് അല്ലെ. അതല്ലെങ്കിൽ 13-നുള്ള റമിയും കൂടെ കഴിഞ്ഞിട്ട് 13-ന് പോക്കാണ്, അല്ലാതെ ഇതിന് മുമ്പേ പോക്ക് ഇല്ല. ഓക്കെ, അപ്പൊ അത്രയാണ് കല്ലേറ് അല്ലെങ്കിൽ മിന സംബന്ധിച്ചിട്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1953-ല് ജംറയില് കല്ലെറിയുന്നതിന്റെ ഒരു പിക്ചറാണ്. ഇപ്പം എത്രത്തോളം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലേ, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ മിനായിൽ നിന്ന് നമ്മുടെ അല്ലെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സുബ്ഹാനല്ലാഹ് മിനായിൽ നിന്ന് മക്കയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സുബ്ഹാനല്ലാഹ്, തിരിച്ചു വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള ഒരു കർമ്മം എന്ന് പറയുന്നത് തവാഫൽ വദ അല്ലെ, വിടവാങ്ങൽ തവാഫാണ്. ഇനി
മിനയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ദുൽഹജ്ജ് 12-ന് അല്ലെങ്കിൽ 13-ന്, അതായത് തശ്രീഖിന്റെ 2-മത്തെ അല്ലെങ്കിൽ 3-മത്തെ ദിവസം കല്ലേറ് നിർവഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ എല്ലാ മനാസിക്കുകളും, അതായത് തവാഫൽ വദാ ഒഴികെ, അതായത് വിടവാങ്ങൽ തവാഫ് ഒഴികെ ബാക്കിയെല്ലാം എല്ലാ മനാസിക്കുകളും നമ്മുടേത് പൂർത്തിയായി. ഹജ്ജിന് ഓരോ പാക്കേജിനനുസരിച്ചാണ് അല്ലെ. ചില പാക്കേജ് ഹജ്ജിന് ശേഷവും മക്കയിൽ കുറച്ചധികം സമയം കിട്ടുന്നത് പോലെ ആയിരിക്കാം, ചിലർ പെട്ടെന്ന് തിരിച്ചു വരുന്നത് പോലെ ആയിരിക്കാം. ഓരോ പാക്കിനനുസരിച്ച് നമുക്ക് മക്കയിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് താമസിക്കാം. മക്കയിലായിരിക്കുമ്പോൾ കറക്റ്റ് അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. മസ്ജിദ് ജമാഅത്തിന്റെ കൂടെ നിസ്കരിക്കുക, പിന്നെ ജനാസ നമസ്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് പ്രതിഫലം അധികരിച്ച സ്ഥലമാണ് അല്ലെ, അപ്പം അതൊക്കെ മിസ് ചെയ്യാതിരിക്കുക. അതുപോലെ നഫ്ലായിട്ടുള്ള ത്വാഫ്, ആ സമയത്ത് കുറച്ചും കൂടെ ആളുകളൊക്കെ പോയി തുടങ്ങുമ്പോൾ ത്വാഫ് ചെയ്യാൻ കുറച്ചും കൂടെ സ്പേസ് ആദ്യമല്ല കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവും. അപ്പം ആ ചാൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ത്വാഫുൽ വദാഇന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരും തന്നെ അവസാനത്തെ കർമ്മം അള്ളാഹുവിന്റെ ഭവനത്തിലെ ത്വാഫാക്കുന്നത് വരെ പിരിഞ്ഞു പോകരുത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ ആദ്യത്തെ കർമ്മം എന്താ? ത്വാഫുൽ വദാ അല്ലെ. ഉംറയ്ക്ക് വേണ്ടിയിട്ട് വരുന്നവർ അല്ലെ, ഉംറ ചെയ്തിട്ട് ഹജ്ജ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യത്തെ കർമ്മവും ത്വാഫുൽ വദാ. സുബ്ഹാനല്ലാഹ്, അതൊരു ഭാഗ്യം തന്നെയാണ് അല്ലെ. അതുകൊണ്ടാണ് ഹദിയ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അവസാനത്തെ കർമ്മം നിങ്ങൾ ത്വാഫല്ലാതെ ആക്കുന്നത് വരെ നിങ്ങൾ പിരിഞ്ഞു പോകരുത്. മാത്രമല്ല ത്വാഫൽ വദ എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർത്തവമുള്ള സ്ത്രീകൾക്ക് ത്വാഫൽ വദ ചെയ്യാതെ, അതായത് വിടവാങ്ങൽ ത്വാഫ് ചെയ്യാതെ പോകാവുന്നതാണ്. പക്ഷെ ത്വാഫൽ ഇഫാദ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഹജ്ജ് പൂർത്തിയാവൂല. ഓക്കെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമയത്ത് വദാ കഴിഞ്ഞിട്ട് സംസം വെള്ളം കയ്യിൽ കൊണ്ട് നടക്കുകയും പലർക്കും രോഗികളുടെ മേലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയും കുടിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ത്വാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ മസ്ജിദിൽ നിന്ന് നടന്ന് പോയി നമ്മൾ അതോടുകൂടി, അതാണ് നമ്മുടെ ലാസ്റ്റ് കർമ്മം എന്ന് പറയുന്നത്. അതോടുകൂടി ഹജ്ജ് കഴിഞ്ഞ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി നമുക്കൊരു കുഞ്ഞ് റീക്യാപ്പ് ആവാം അല്ലെ, എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതെന്ന് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കാം. ഒന്ന് ഇഹ്റാം, മക്കയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഓരോരുത്തരും അവനവന്റെ മീഖാത്തിൽ നിന്നുള്ള ഇഹ്റാം. ഓക്കെ, ഇഹ്റാമിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇഹ്റാം കഴിഞ്ഞിട്ട് ദുൽഹജ്ജ് 8-ന് മിനായില് ദിവസം അവിടെ ചെലവഴിച്ചതിന് ശേഷം, അവിടെയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ദുൽഹജ്ജ് 9-ന് അറഫ, ദുൽഹജ്ജ് 9-ന് അറഫയിൽ എത്തി. മഗ്രിബിന് ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കുക. പിന്നെ അവിടുത്തെ നമസ്കാരങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം നമ്മൾ അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, സമയം ഒരുപാട് എടുക്കുന്നില്ല. മുസ്ദലിഫയിൽ രാത്രി ഉറങ്ങിയതിന് ശേഷം ഫജ്ർ നമസ്കരിച്ച് സൂര്യോദയത്തിന് തൊട്ട് മുമ്പേ തിരിച്ച് മിനയിലേക്ക് വരിക. ദുൽഹജ്ജ് 10-ന് ജംറത്തുൽ അഖബയിലെ കല്ലെറിയല്, ഹദിയ്, ഹൽക്ക് അല്ലെങ്കിൽ തഖ്സീർ, അതോടുകൂടി ഫസ്റ്റ് തഹല്ലുൽ കഴിഞ്ഞു. അതിനുശേഷം മക്കയിലേക്ക് ത്വാഫും സഅയിനും വേണ്ടിയിട്ട് പോവുക. മക്കയിലെ ത്വാഫും സഅയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തഹല്ലുലായി, എല്ലാ റെസ്ട്രിക്ഷനും ലിഫ്റ്റ് ചെയ്തു തിരിച്ച് മീനായിലേക്ക് പോവുക. മീനായിൽ 3 ദിവസം 3 രാവുകളും പകലുകളും അവിടെ ചെലവഴിക്കുക. ഈ 3 ദിവസങ്ങളിലും 3 ജംറാത്തുകളിലും ളുഹറിന് ശേഷം കല്ലെറിയ. ദുൽഹജ്ജ് 12-ന് ലീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് 3 ജംറയിലെയും 11-ന്റെയും 12-ന്റെയും അല്ലെ കല്ലേറുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൺസെറ്റിന് മുമ്പ്, ഓക്കെ, മഗ്രിബിന് മുമ്പ് നിങ്ങൾക്ക് പോകാം. ഇനി 13-നാണെന്നുണ്ടെങ്കിൽ 13-ന്റെ ജംറയിലെ കല്ലെറിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പോവാം. തിരിച്ച് മക്കയിൽ ചെന്ന് ത്വാഫുൽ വദാ, വിടവാങ്ങൽ ത്വാഫാണ് അവസാനത്തെ കർമ്മം. അതും കഴിഞ്ഞ് മക്കയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് നമുക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തു പോയിട്ട് തിരിച്ച് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പില്ലറുകൾ അല്ലെ, അർക്കാനുകളും വാജിബാത്തുകളും ഒന്ന് റിവ്യൂ ചെയ്യണം. നമ്മുടെ ഹജ്ജിന്റെ അർക്കാനുകൾ എന്ന് പറയുന്നത്, റുക്കിനുകൾ എന്ന് പറയുന്നത് ഇഹ്റാം, അറഫയിലെ നൃത്തം, ത്വാഫ്. ഏത് ത്വാഫായത്? ത്വാഫൽ ഇഫാദ, സഅയ്. ഈ 4 കാര്യങ്ങളുമാണ് തൂണുകൾ. ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹജ്ജ് അല്ലെ, ഒരു തൂണ് പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നമ്മുടെ ആ ഹജ്ജ് ഇല്ല, വാലിഡ് അല്ല എന്ന് തന്നെയാണ് അല്ലെ. ഇനി വാജിബാത്തുകൾ, ഹജ്ജിന്റെ വാജിബാത്തുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവനവന്, അതായത് ഇഹ്റാം എന്ന് പറയുന്നത് ഒരു റുക്നാണ്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കല് ഒരു വാജിബാണ്.
പിന്നെ അറഫയിൽ സൂര്യാസ്തമയം കഴിയുന്നത് വരെ നിൽക്കല്, ഇതൊക്കെ വാജിബുകളാട്ടോ ഈ പറയുന്നത്. അറഫയിലെ നൃത്തം റുക്നാണ്, സൂര്യാസ്തമയം കഴിയുന്നത് വരെ അറഫയിൽ നിൽക്കല് വാജിബാണ്. ആ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്. പിന്നെ 3 മുസ്ദലിഫയിൽ ഒരു രാത്രി ചെലവഴിക്കൽ, അതായത് അറഫയ്ക്ക് ശേഷം അറഫയിൽ നിന്ന് വരുമ്പോൾ. പിന്നെ 4 തഷ്രീഖിന്റെ രാപ്പകലുകളിൽ മിനായിൽ താമസിക്കല്. 5 ജംറാത്തിൽ കല്ലെറിയലും, അത് ക്രമത്തിലായിരിക്കലും. ഓക്കെ, ഞാൻ പറഞ്ഞു ജംറാത്തിൽ കല്ലെറിയുമ്പോൾ ആ ഒരു ഓർഡറിൽ ആയിരിക്കണം. ചെറുത്, മിഡില്, ജംറത്തുൽ അഖബ. പിന്നെ മുടി വളിച്ച് ഹൽക്ക് അല്ലെങ്കിൽ തക്സീർ, മുടി വടിച്ച് കളയൽ അല്ലെങ്കിൽ ചെറുതാക്കല്, തവാഫൽ വദ. ഈ ഒരു കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ ഫിദിയ നൽകൽ. ഓക്കെ, ഇനി ഹജ്ജിന്റെയും ഉംറയുടെയും ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. നമ്മൾ ശരിക്കും ഹജ്ജിനെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, നമ്മളൊരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കുന്നതായിട്ട് കണക്കാക്കാം. അപ്പം ആ ബിൽഡിങ്ങിന് 4 തൂണുകളുണ്ട് അല്ലേ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ 4 തൂണുകൾ? ഇഹ്റാം, അറഫ, ത്വാഫ്, ത്വാഫ് അൽ ഇഫാദ, സഅയ്. അങ്ങനെ 4 തൂണുകളാണ് അതിനുള്ളത്. 7 മതിലുകളുണ്ട്. എന്തൊക്കെയാണ്? വാജിബാത്തുകൾ അല്ലെ, അതിന്റെ നിർബന്ധമായിട്ടുള്ള ബാധ്യതകളായിട്ടുള്ള കാര്യങ്ങൾ 7 ഉണ്ട്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഹജ്ജിന്റെ ജനലുകൾ എന്ന് പറയുന്നത് എന്താണ്? സുന്നത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്തുകൾ. അതിന്റെ ആർട്ട് വർക്ക്, നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ ഒരു ആർട്ട് വർക്ക് എന്ന് പറയുന്നത് എന്തൊക്കെയാണോ അതിനകത്ത് ബെസ്റ്റായിട്ട് ചെയ്താൽ ഉത്തമമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ അതിന്റെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഫൗണ്ടേഷൻ, ഹജ്ജിന്റെ ഫൗണ്ടേഷൻ എന്താണ്? ഇഖ്ലാസ് ആണ് അല്ലെ, ഇതിന്റെ റബ്ബിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന കാര്യമാണെന്നുള്ളതാണ്. അതിന്റെ മേൽക്കൂര എന്താണ്? ഹജ്ജ് എന്ന് പറയുന്ന ബിൽഡിങ്ങിന്റെ മേൽക്കൂര തഖ്വ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയോട് കാണിക്കുന്ന സൂക്ഷ്മത. അതിന്റെ വാതിൽ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള തവക്കുൽ. അപ്പൊ അപ്രകാരം നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് ഹജ്ജ്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അല്ലെ, പില്ലർ മിസ്സായി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും അല്ലെ, റുക്കൻ മിസ്സായി കഴിഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു സൈഡിൽ മതിലില്ലെങ്കിൽ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, തറയില്ലെങ്കിൽ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക, മേൽക്കൂര ഇല്ലെങ്കിൽ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതെല്ലാം ഒന്നിനൊന്ന് കോംപ്ലിമെന്ററി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് ഇതുവരെ സാഹചര്യം ഇല്ലാത്തവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കട്ടെ. അതേപോലെ ചെയ്തവർക്കെല്ലാം അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പരിപൂർണമായിട്ട് സ്വീകരിക്കാനുള്ള തൗഫീഖ് റബ്ബ് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇനി ഹജ്ജിന്റെയും ഉംറയുടെയും നീയത്ത് ചേഞ്ച് ആക്കുന്ന കാര്യം. കാരണം നമ്മൾ ഹജ്ജ് 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഹജ്ജ തമത്തു, ഹജ്ജൽ ഖിറാൻ, ഹജ്ജൽ ഇഫ്രാദ്. ഓർമ്മയുണ്ടോ അതെന്തൊക്കെയാണ്? ഹജ്ജ് തമത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്ത് തഹല്ലുലായി കുറച്ച് ദിവസം അല്ലെ, നമുക്ക് തഹല്ലുലായിട്ട് കുറച്ച് ദിവസം കിട്ടും. എന്നിട്ട് വീണ്ടും ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുക. ഹജ്ജൽ ഖിറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇഹ്റാമിൽ ഹജ്ജും ഉംറയും കൂടെ ചെയ്യുക. ഹജ്ജൽ ഇഫ്രാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് മാത്രം ചെയ്യാം, ഉംറയില്ലാതെ ഹജ്ജ് മാത്രം ചെയ്യാം. ഇതിൽ ഹജ്ജ് തമത്തുനും ഹജ്ജൽ ഖിറാനും ഹദിയും ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് നിയ്യത്ത് ചേഞ്ച് ചെയ്യുന്നതിന്റെ കാര്യം ഒന്ന് പറയാം. മക്കയിലെ റെസിഡൻസ്, ഓക്കെ, മക്ക ഹറമിൽ താമസിക്കുന്നവര് യൂഷ്വലി ഹജ്ജൽ ഇഫ്രാദാണ് ചെയ്യുക. ഓക്കെ, ഇനി അഥവാ ഹജ്ജ് തമത്തവും ഖിറാനും ചെയ്യുകയാണെന്ന് വെക്കാം. തമത്തോ ചെയ്ത് തഹല്ലുലായി കുറച്ച് ദിവസം താമസിച്ച് പിന്നെ ഹജ്ജ് ചെയ്യുകയാണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് ഹദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അവിടെയുള്ളവർക്ക് ഹജ്ജ് തമത്തോ അല്ലെങ്കിൽ ഖിറാനോ ചെയ്ത് കഴിഞ്ഞാൽ ഹദിയ കൊടുക്കണമെന്ന്. അവിടുത്തെ റെസിഡൻസിന്, അതായത് ഹറമു മക്കയുടെ റെസിഡൻസിന് ഹജ്ജൽ തമത്തോം ഖിറാനും ചെയ്താലും ഹദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഖിറാനിന് വേണ്ടി അല്ലെങ്കിൽ തമത്തോന് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇഫ്രാദിന്റെ നിയ്യത്താക്കിയിട്ട് മാറ്റാൻ പാടില്ല. ഓക്കെ, ഹജ്ജ് തമത്തോന് അല്ലെങ്കിൽ ഖിറാന് വേണ്ടി നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുക, അതിനെ പിന്നെ ഇഫ്രാദിന് വേണ്ടിയിട്ടുള്ള നിയ്യത്താക്കി മാറ്റാൻ പറ്റൂല. പക്ഷേ തമത്തോന്റെ നിയ്യത്തിനെ ഖിറാന്റെ നെയ്യത്തിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം ഈ തമത്തോ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ വരണം കേട്ടോ. തമത്തോ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അല്ലെ ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. ആദ്യം ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്ത് പുറത്തു വന്ന് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യലാണ് തമത്തോ. അപ്പം തമത്തോന്റെ നെയ്യത്തിനെ ഖിറാന്റെ നെയ്യത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിനുള്ള എന്ത് സാഹചര്യങ്ങളാന്ന് വെച്ചാൽ ഒരു ഹാജി, ഓക്കെ, ആള്
തമത്തോന് വേണ്ടിയിട്ട് നിയത്ത് വെച്ചു. പക്ഷേ മക്കയിൽ വന്നിട്ട് തമത്തതിന്റെ ഉംറ ചെയ്യാൻ നിർവാഹമില്ല. ഓക്കെ, മിനയിലേക്ക് പോകണം. അല്ലാതെ നിയത്ത് വെച്ചുപോയി തമത്തോന് വേണ്ടിയിട്ട്. പക്ഷേ സാഹചര്യങ്ങൾ കാരണം മക്കയിൽ വെച്ചിട്ട് ഉംറയുടെ കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, ഉംറയുടെ തവാഫ് സായി ഒന്നും ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. നേരെ മിനയിലേക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അർഫയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ ആള് തമത്തോന് വേണ്ടിയാണ് നിയത്ത് വെച്ചതെങ്കിൽ പോലും ഖിറാനാക്കിയിട്ട് നിയത്ത് മാറ്റാൻ പറ്റും. അതേപോലെ ഒരു സ്ത്രീ ഇതേപോലെ തമത്തോന് വേണ്ടി നിയത്ത് വെച്ചു, പക്ഷേ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തു. ഉംറയ്ക്ക് വേണ്ടി തവാഫ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഉംറന്റെ തവാഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉംറ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ അല്ലെ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവൾക്ക് നിയത്ത് മാറ്റി ഖിറാനാക്കിയിട്ട് മിനായിലേക്ക് അല്ലെങ്കിൽ അർഫയിലേക്ക് പുറപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പം ഹജ്ജിന്റെ ബാഹ്യ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന ഹജ്ജത്തുൽ വദാ ഹജ്ജിന്റെ ത്വാഫായ ത്വാഫൽ ഇഫാദ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്, തമത്തോന്റെ നീയത്തിനെ ഖിറാന്റെ നീയത്തിലേക്ക് മാറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത്തിരി കൺഫ്യൂസിങ് ആണ്. പിന്നീട് സമയം പോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് മനസ്സിലാക്കാൻ നോക്കുക. ഇതൊന്നും അസ്യൂം ചെയ്തിട്ട് ഇപ്പൊ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട. ശരിക്കും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, നിയത്ത് ചേഞ്ച് ചെയ്യുന്ന കാര്യം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു മക്കയിലെ റെസിഡൻസ് ആണെങ്കിൽ അവർ ഇഫ്രാദാണ് ചെയ്യുക, പക്ഷെ അവർക്ക് തമത്തോ ഖിറാൻ ചെയ്യാം. അവർ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് ഹദി ഓഫർ ചെയ്യേണ്ട, ഹദീന്റെ കാര്യം അവർക്കില്ല. ഇനി ഖിറാന്റെയും തമത്തോന്റെയും നീയത്തിനെ ഇഫ്രാദിന്റെ നീയത്താക്കി മാറ്റാൻ പറ്റൂല, പക്ഷെ തമത്തോന്റെ നീയത്തിനെ ഖിറാന്റെ നീയത്താക്കി മാറ്റാം ഈ സാഹചര്യങ്ങളാണെങ്കിൽ. അതായത് തമത്തോന് നീയത്ത് വെച്ചു, പക്ഷെ മക്കയിൽ പോയിട്ട് തവാഫും സാഴിയും ചെയ്യാൻ പറ്റാത്ത ഒരാള്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തമത്തോന് നിയത്ത് വെച്ചു, പക്ഷെ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് തവാഫൽ ഉംറ നിർവഹിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടു കൂട്ടർക്കും തമത്തോന്റെ നിയത്തിനെ ഖിറാന്റെ നിയത്താക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹജ്ജിന് വൈകിയത്തിൽ, അതായത് അതുൽ ഹജ്ജ് 8-ന് 9-ന് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കാരണം ചില കാര്യങ്ങൾ മിസ്സാവുമല്ലോ അല്ലെ അവർക്ക്. അപ്പം ആ കാര്യം കൂടെ ഒന്ന് നോക്കാം. ദുൽഹജ്ജ് 8-ന് എത്താണെന്ന് വെച്ചോ, ഒരാള് ഹജ്ജിന് വേണ്ടിയിട്ട് ലാൻഡ് ചെയ്യാണ് ദുൽഹജ്ജ് 8-ന്. ഇനി എത്തിയിട്ട് മക്കയിൽ പോയിട്ട് തവാഫും സാഴിയും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഓക്കെ, തവാഫും സാഴിയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് എന്താണ് ഹജ്ജ് തമത്തു ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഈവൻ ഹജ്ജൽ ഖിറാൻ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കുള്ള കണ്ടീഷൻ നോക്കാം. അപ്പം തമത്തു ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാൾ ഉംറ കംപ്ലീറ്റ് ചെയ്യുക. അതായത് തവാഫും സാഴിയും ചെയ്ത് മുടിയെടുത്ത് ഉംറ കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് തഹല്ലുലാവുക. ഓക്കെ, പക്ഷേ ഇഹ്റാമിന്റെ വസ്ത്രം എടുക്കണ്ട. അപ്പൊ തന്നെ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൽ പ്രവേശിക്കാം, എന്നിട്ട് മിനയിലേക്ക് പോവാം. അതായത് ദുൽഹജ്ജിന് 8-ന് എത്തിയ ഒരാള് അയാൾക്ക് ഇവിടെ മക്കയിൽ ചെന്നിട്ട് തവാഫും സാഴിയും ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തവാഫും സാഴിയും ചെയ്തിട്ട് മുടി കളഞ്ഞിട്ട്, ഓക്കെ, തഹല്ലുലായിട്ട് അതേ ഇഹ്റാം വസ്ത്രത്തോടു കൂടി തന്നെ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് അങ്ങനെ മീനയിലേക്ക് പോവാം. അപ്പം ആൾക്ക് എന്തായി, ഹജ്ജ് തമത്ത് കിട്ടി. ഇനി ഖിറാന് വേണ്ടിയാണ് നിയത്തെക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാല് മിനയിലേക്ക്, അതായത് ത്വാഫും സാഴിയും ചെയ്തതിന് ശേഷം മിനയിലേക്ക് പോവാം. മുടി കളയണ്ട, കാരണം തഹല്ലുലിൽ നിന്ന് പുറത്ത് വരുന്നില്ല, അത് ഇഹ്റാമിൽ നിന്ന് പുറത്ത് വരുന്നില്ല, തഹല്ലുൽ ആവുന്നില്ല. ത്വാഫും സാഴിയും, അതായത് ഖിറാനാണേ പറയുന്നത്. ഖിറാന്റെ കാര്യം എന്താണെന്ന് മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ, ഒരേ ഇഹ്റാമില് ഹജ്ജും ഉംറയുമാണ് ഖിറാൻ. അപ്പം ഇയാൾ എന്താ ചെയ്യുന്നത്, നേരെ വന്നു, ദുൽഹജ്ജ് 8-നാണ് എത്തിയത്, നേരെ വന്നു തവാഫും സാഴിയും കംപ്ലീറ്റ് ചെയ്തിട്ട് തഹല്ലുൽ ആവാതെ, മുടി കളയാതെ, ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ മാറാതെ നേരെ മിനായിലേക്ക് പോയിട്ട് ഹജ്ജിന്റെ മറ്റ് കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ട് തിരിച്ച് നമ്മൾ മക്കയിൽ ദുൽഹജ്ജ് 10-ന് ത്വാഫ് ചെയ്യാറുണ്ട് അല്ലെ, ത്വാഫൽ ഇഫാദ, അത് ചെയ്യണ്ട. ഓക്കെ, കാരണം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഉംറയുടെ ഭാഗമായിട്ട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സായിയും ത്വാഫും അല്ല, ഈ ഒരു സായിനെ അവസാനത്തേക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അതായത് ആദ്യം ചെയ്യുന്ന സായി ചെയ്യാതെ അവസാനത്തേക്ക് വെക്കാം. പക്ഷെ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്, കൂടുതൽ എന്താണ് സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്തഹബായിട്ടുള്ള കാര്യം. ഇനി ദുൽഹജ്ജ് 8-ന് എത്തിയ ഒരാൾക്ക് മക്കയിലേക്ക് പോകാനും പറ്റൂല,
തവാഫും സഅയും ചെയ്യാനും പറ്റൂല എന്ന് നോക്കാം. അപ്പൊ എന്ത് ചെയ്യാ, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയിട്ട് ഇഹ്റാം കെട്ടുക. അതായത് ഒന്നെങ്കിൽ ഖിറാനായിട്ട് അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി മാത്രം ഇഫ്രാദായിട്ട് ഹജ്ജിന് വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചിട്ട് കയറാം. നമ്മുടെ ഏതാണോ മീഖാത്ത് വെച്ചാൽ അവിടെ നിന്ന് ഡയറക്റ്റ്ലി മീനായിലേക്ക് പോയിട്ട് ഹജ്ജ് ചെയ്ത പോലെ പറഞ്ഞ പോലെ ചെയ്യുക. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നീയത്തിൽ മാത്രമാണ്. ഓക്കെ, ഇഫ്രാദായിട്ട് നീയത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ മാത്രം ചെയ്ത് അയാൾ തെഹലുലായി കഴിഞ്ഞാൽ അയാൾ ഇഫ്രാദ് ചെയ്ത ആളായി. പക്ഷെ ഖിറാനായിട്ടാണ് നീയത്ത് വെച്ചതെങ്കിൽ ഈ ഹജ്ജിന്റെ കർമ്മത്തിന്റെ കൂടെ ചെയ്യുന്ന സഅയും തവാഫും ഉംറയുടെയും കൂടെ ആയിട്ട് കണക്കാക്കപ്പെടും. ഇവിടെ നീയത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ കേസിലും ഖിറാനിന് ഹദിയ ഉണ്ടാവും, ഇഫ്രാദിന് ഹദിയ ഉണ്ടാവില്ല. ചെറിയായിട്ട് കൺഫ്യൂസിങ് ആയിരിക്കും, മനസ്സിലാവും. പക്ഷെ മെല്ലെ മെല്ലെ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് നോട്ടൊക്കെ എഴുതി വെച്ച് എഴുതുമ്പോൾ കാര്യം മനസ്സിലായിക്കോളും. ഓക്കെ, ഇതിപ്പോ ഞാൻ പറഞ്ഞത് ദുൽഹജ്ജ് 8-നാണ് വന്നതെങ്കിൽ, ഇനി ലേറ്റ് ആയിട്ട് 9-ന് ഒരാൾ എത്തുകയെന്ന് വെച്ചോ. ഓക്കെ, ഹജ്ജിന് വേണ്ടി ദുൽഹജ്ജ് 9-ന് ഒരാൾ എത്തുകയാണെന്ന് വെച്ചോ. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് അറഫയിലേക്ക് പോവാം. കാരണം ഓൾറെഡി ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടാവും അല്ലെ. ഒന്നെങ്കിൽ ഹജ്ജ് ആൻഡ് ഉംറ എന്ന് വിചാരിച്ചിട്ട് ഖിറാനായിട്ടോ അല്ലെങ്കിൽ ഹജ്ജ് മാത്രം എന്ന് വിചാരിച്ചിട്ട് ഇഫ്രാദായിട്ടോ, അതായത് ഹജ്ജൽ ഖിറാനോ ഹജ്ജൽ ഇഫ്രാദിനോ നിയ്യത്ത് വെച്ച് ഇഹ്റാമിൽ ഓൾറെഡി പ്രവേശിച്ചിട്ടുണ്ടാവും. ഡയറക്റ്റ് അറഫയിലേക്ക് പോവുക, ബാക്കി കാര്യങ്ങളെല്ലാം ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്ത പോലെ ചെയ്യുക. ഖിറാനായിട്ടാണ് നിയ്യത്ത് വെച്ചതെങ്കിൽ ഹദീ ചെയ്യുക. അതായത് മിനായിലെ 8th ദുൽഹജ്ജിന്റെ ഒരു ദിവസം മിസ്സാവും, കുഴപ്പമില്ല. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നേരെ ഏതാണോ നിയ്യത്ത് വെക്കുന്നത്, ഹജ്ജൽ ഖിറാനാണോ ഹജ്ജൽ ഇഫ്രാദാണോ നിയ്യത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ആ നിയ്യത്ത് വെച്ചിട്ട് അറഫയിലേക്ക് നേരെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഖിറാനായിട്ടാണ് നിയ്യത്ത് വെക്കുന്നതെങ്കിൽ അതീ ചെയ്യാം. ഇനി 9-നെത്തി, ഓക്കെ, 9-നെത്തിയിട്ടും മക്കയിൽ പോയിട്ട് ത്വാഫും സഅയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് അറഫയിൽ എത്തേണ്ട സമയത്തിന് മുമ്പേ ത്വാഫും സഅയും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തമത്തോന് വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചിട്ട് ത്വാഫും സഅയും ചെയ്തിട്ട് ഉംറ ചെയ്ത് ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഡയറക്റ്റ് അറഫയിലേക്ക് പോവാം. ഓക്കെ, ഇതൊക്കെ വളരെ സ്പെഷ്യൽ കേസസ് ആണ്. ജനറലി നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ബാധകമല്ല. പക്ഷെ ഗൾഫിൽ നിന്നൊക്കെ പോകുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സാഹചര്യങ്ങളോ അല്ലെ ഭർത്താവിന്റെ ജോലി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ മുട്ടിച്ച് എത്തുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയേക്കാം എന്ന് വിചാരിച്ച് ഷെയർ ചെയ്തേ ഉള്ളൂ. എന്തായാലും അള്ളാഹു ഹക്കായിട്ടും ബാത്തിലായിട്ടും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ക്രമീകരിക്കാനും ഉള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. അള്ളാഹുവിന് ഏറ്റവും സ്വീകാര്യമായ മഖ്ബൂലായ മബ്രൂറായ ഹജ്ജ് ഏറ്റവും എളുപ്പമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് സുബ്ഹാനല്ലാഹ് എല്ലാ കർമ്മങ്ങളും അല്ലെ 1 by 1 അറിയാം. അപ്പൊ ദുആ ചെയ്യുമ്പോൾ അള്ളാഹ് ഹജ്ജ് ചെയ്യാൻ പറ്റണേ, ഏറ്റവും ഹൈറായ രീതിയിൽ ഹജ്ജ് ചെയ്യാൻ പറ്റണേ, അല്ലെങ്കിൽ ഏറ്റവും ഹൈറായ സമയത്ത് ഹജ്ജ് ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച്, കാരണം നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും അവനവന്റെ സാഹചര്യം മനസ്സിലായിക്കൊണ്ട് ചിലപ്പോൾ ഉള്ളിൽ ഒരു റെഡ് ലൈറ്റ്, അള്ളാഹ് ഞാനിത് എങ്ങനെയാ ചെയ്യാം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു പക്ഷെ വന്നേക്കാം. അപ്പൊ ഓരോന്നും എടുത്തു വെച്ച് റബ്ബിന്റെ അടുത്ത് പറയാം, റബ്ബെ ഇന്ന കാര്യം നീ എളുപ്പാക്കണേ, ഇന്ന കാര്യം നീ എളുപ്പാക്കണേ, ഇവിടെ ഈ പ്രയാസത്തിൽ നിന്ന് നീ എളുപ്പം തരണേ, എന്റെ കൂടെ പോകുന്നവരിൽ നിന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അത് ക്ഷമകേടുകളിൽ നിന്ന് നീ എനിക്ക് എളുപ്പം തരണേ, നിന്നെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി തഖ്വ പാലിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണേ. അപ്പൊ ഓരോന്നും സവാഫും സഅയും റമിയും എല്ലാം എടുത്ത് വെച്ച് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അത് എളുപ്പാക്കി തരട്ടെ. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായിട്ട് അള്ളാഹുവിന് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള ഹജ്ജായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയും ചെയ്യട്ടെ. آمين. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.